അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ഹല്ലേലൂയ. ആ കരങ്ങളെ എല്ലാം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയുക. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുന്നു, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, എൻ്റെ പ്രാണനെ എടുക്കണം, ജീവിച്ചത് മതി. ആശകൾ നശിച്ചവനായി, ആഗ്രഹങ്ങൾ നശിച്ചവനായി, ഒരു സ്ത്രീയുടെ ഭീഷണിയുടെ മുൻപിൽ ഭയന്നുകൊണ്ട് ഒരു പ്രവാചകനായ മനുഷ്യൻ താൻ വാ തുറന്നാൽ സ്വർഗം തുറന്ന് തീയിറങ്ങും. തൻ്റെ പ്രവചനത്തിന് വാളിൻ്റെ മൂർച്ചയായിരുന്നു. എന്നാൽ ഒരു ഭീരുവിനെ പോലെ ഭയന്നുകൊണ്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്. ഏത് നിമിഷവും മരണത്തിന്റെ മണിനാദം കാതിൽ മുഴങ്ങുന്ന നേരം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്നു. മതി, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്നാൽ അവനെ കൊല്ലുവാൻ വേണ്ടി, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ദൈവത്തോട് അലമുറയിട്ട് കരഞ്ഞവന്റെ കൊല്ലുവാനായി ഇറങ്ങി വന്നവനായിരുന്നില്ല അവിടെ വന്ന ദൂതൻ. വേദപുസ്തകം പറയുന്നു, ആ മരണം കാത്തു കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചവന്റെ അരികിലേക്ക് ദൈവിക ദൂതന്മാർ വരികയാണ്. അവന് അപ്പം കൊടുത്ത് അവന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റി എന്ന് തോന്നി ഒരു ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. അത് ഭയത്തോടെയല്ല. നാളെയുടെ ആകുല ചിന്തകൾ നിങ്ങളുടെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കെ, നാളെയുടെ നിമിഷങ്ങൾ നിങ്ങൾക്കറിയത്തില്ലായിരിക്കെ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ ഏലിയാവിന്റെ ദൈവം ഒരിക്കലും മരണത്തിന് ഏൽപ്പിക്കുന്നവനല്ല, മറിച്ച് മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് പുതുവഴികൾ തുറക്കുന്ന ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഭയരഹിതമായി ചേർന്ന് പാടി ആരാധിച്ച് കർത്താവിനെ Hallelujah. Hallelujah. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി അബ്രഹാമിന്റെ ദൈവമേ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനി. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും, സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും.
ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. 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 എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. എല്ലാ ആകുല ചിന്തകളും ഇന്ന് രാത്രിയിൽ നീങ്ങിപ്പോകട്ടെ. ഈ ദേശത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവം ഇറങ്ങുകയാണ് ചില ബന്ധനങ്ങളെ പൊട്ടിക്കേണ്ടതിന്. പിശാചിന്റെ കളപ്പുരയെ കൊള്ളയടിപ്പാൻ ഇന്ന് രാത്രിയിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കത്തക്ക നിലവാരത്തിൽ ഇന്ന് രാത്രി ഒരു വലിയ ദൈവസാന്നിധ്യം, ഒരു വലിയ ദൈവസാന്നിധ്യം. തകർന്നു പോയ നിന്റെ വീടിനെ പണിയാൻ, തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിയാൻ ഇന്ന് രാത്രിയിൽ ഒരു വലിയ അഭിഷേകം. Hallelujah, hallelujah, hallelujah. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ കൂടെ അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് വിശ്വസിപ്പാൻ കഴിയുമോ? ഒരു നാളും എന്നെ പിരിയാത്തൊരു ദൈവം കൂടെയുണ്ട്. എന്നെ ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവം കൂടെയുണ്ട്. എന്നെ ഇന്ന് വരെ മടുത്തു മാറാത്തൊരു ദൈവം. നിങ്ങളെ പലർക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പലർക്കും നിങ്ങളെ മടുത്ത് കാണും. പലർക്കും നിങ്ങളെ ഇഷ്ടമല്ലാതായിരിക്കും. എല്ലാവരും ഉള്ളപ്പോഴും നീ മാത്രം വീട്ടിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടായിരിക്കും. കൂട്ടുകാരുടെ നടുവിൽ, നാട്ടുകാരുടെ നടുവിൽ വലിയ നിന്ന് നീ ചുമക്കുന്നുണ്ടായിരിക്കും. സാമ്പത്തികമില്ലെന്നും സൗന്ദര്യമില്ലെന്നും നിന്റെ ജാതിയും വർഗവും പറഞ്ഞ് മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഒന്നും നോക്കാതെ നിന്റെ ഹൃദയത്തിലെ നൊമ്പരം നോക്കി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്.
മടുത്തു മാറാത്തൊരു ദൈവം. നീ ഒറ്റയ്ക്ക് നിന്റെ ജീവിത പടങ്ങ് മറുകര കാണാതെ ആഞ്ഞാഞ്ഞു തുഴയപ്പെടുമ്പോഴും ആ സാഗരത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവം. ആമേൻ. നിന്നെ മറുകരയിലേക്ക് കരം പിടിച്ച് നടത്തുന്നൊരു ദൈവം കൂടെയുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയും. എന്നെ മടുത്തു മാറാത്തൊരു ദൈവം, എന്നെ വിട്ട് അകലാത്തൊരു ദൈവം, എന്നെ വിട്ട് മടുത്തു മാറാത്തൊരു ദൈവം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ലയേ. അൻപേറുന്ന കൈകളും അത്ഭുതമായി നടത്തിയിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, അടുത്തു ഒത്തിരി പ്രാർത്ഥനകളുടെ, ഒത്തിരി പ്രതീക്ഷകളുടെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എന്നാൽ ഈ ദിവസത്തെ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഓ അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിനവനോടു ചൊല്ലി മനുഷ്യരാ സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരായ സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞോട്ടെ. പല നാൾ കരുതി നേകനുണ്ട് അന്നാളിലവനോടു ചൊല്ലി. പല നാൾ കരുതി നിന്നോട് കൂടെ ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മരിക്കുന്നോ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ അസാധ്യമെന്നു ഞാൻ കരുതി അന്നാളിലവനോട് ചൊല്ലി മനുഷ്യരാ സാധ്യമാക്കുന്ന നിന്നോട് കൂടെയും. മനുഷ്യരാ സാധ്യമാക്കുന്ന നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം, കർത്താവിൻ സന്തോഷം അവനെൻ ബലം. ഭാര്യയിൽ പാർക്കുന്ന അവനെന്റെ സങ്കേതം വിശ്രമാനോ. അവനെന്റെ സർവവും അവനെന്റെ സങ്കേതം വിശ്രമാനോ. അവനെന്റെ സർവവുമേ. പിതാവേ, ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തോട് ദൈവം ആശ്വസിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരു രാത്രിയാക്കി ഈ രാത്രിയെ തീർക്കുന്നതിനായി സ്തോത്രം. വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയിൽ ജനം മടങ്ങുവാൻ കർത്താവ് ഇടവരുത്തണമേ. ഇനി ഒരിക്കലും കഴിയത്തില്ല, സാധ്യമല്ല, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, സാധ്യമല്ല, ഇനി എന്ത് ചെയ്യണം, ആര് സഹായിക്കും, എങ്ങനെ ചുവടുകൾ വെക്കണം എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി ഉണ്ടല്ലോ കർത്താവ്. നീ അവരെ ഒന്നും നിരാശയോടെ വിടരുത്, അവരെ ആരെയും ദുഃഖത്തോടെ നീ അയക്കരുത്. അവർക്ക് മുമ്പോട്ട് പോകാനുള്ള കൃപ കൊടുക്കണം, അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ബലം കൊടുക്കണം. അവരുടെ ജീവിതത്തെ ആകമാനം
മാറ്റിമറിക്കണമേ. അവരുടെ ലൈഫിൽ വലിയ ചേഞ്ചുകൾ ഇന്ന് രാത്രി വെളിപ്പെടണമേ. ഈ ദേശത്തിന്റെ സ്ഥിതികൾക്ക് ഭേദം വരണമേ. സഭകൾ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദേശത്തിന്റെ സഭകൾ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദേശത്തിന്റെ സഭകൾ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദേശത്തിന്റെ സഭകൾ ഉണരപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദേശത്തിലെ സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദേശത്തിലെ അഭിഷക്തന്മാർ ശക്തരായി തീരട്ടെ. ഈ ദേശത്തിലെ അഭിഷക്തന്മാർ ശക്തിയേറിയ അഭിഷേകത്താലും വചനത്താലും നിറയട്ടെ കർത്താവേ. ഈ ദേശത്തിലെ അഭിഷക്തന്മാരുടെ ഞെരുക്കങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഒറ്റപ്പെടലുകൾ മാറിപ്പോകട്ടെ കർത്താവേ. ഈ ദേശത്തിലെ അഭിഷക്തന്മാരുടെ അവഗണനകൾ, ഒറ്റപ്പെടലുകൾ നീങ്ങിപ്പോകട്ടെ കർത്താവേ. ഇവിടെയുള്ള ദൈവജനത്തിന്റെ ശൂന്യതകൾ മാറട്ടെ കർത്താവേ. ഇവിടെയുള്ള ദൈവമക്കളുടെ ഇല്ലായ്മകൾ മാറട്ടെ കർത്താവേ. ഇവിടെയുള്ള ദൈവമക്കളുടെ തലമുറകളുടെ ഞെരുക്കങ്ങൾ, അസ്വസ്ഥതകൾ, ആമേൻ, ജോലിയില്ലായ്മകൾ, ആമേൻ, സ്തോത്രം, സമാധാനമില്ലായ്മകൾ, ഭാവിയില്ലായ്മകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇവിടെയുള്ള ജനങ്ങളിലെല്ലാം ഒരു അഭിവൃദ്ധി വ്യാപരിക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ച് ദൈവമക്കൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, മുടങ്ങിക്കിടക്കുന്ന ചില പണികളുണ്ടല്ലോ, മുടങ്ങിക്കിടക്കുന്ന ചില സ്തോത്രം ആഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ജനം മുൻപോട്ട് പോകട്ടെ. ജനം മുൻപോട്ട് പോകട്ടെ. ജനം മുൻപോട്ട് പോകട്ടെ. ചില കുടുംബങ്ങളെ പിശാച് തകർക്കുവാൻ പദ്ധതികൾ ഇട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ആ പദ്ധതികൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പിശാചിന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതിനായി സ്തോത്രം. പിശാചിന്റെ പദ്ധതികൾ അബദ്ധമാകുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തിനു വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തിനു വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് നന്നായി പഠിച്ചിട്ടും സ്തോത്രം ജോലിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും അത് മുടങ്ങിപ്പോയ ചില കുഞ്ഞുങ്ങൾ, ആമേൻ, ചില മാതാപിതാക്കളുടെ തലമുറകൾ ഉണ്ടല്ലോ കർത്താവേ. മറ്റ് ചില രാജ്യങ്ങൾ എത്തിയിട്ട് പോലും അവർക്ക് വേണ്ട നിലകളിൽ ഉയരാൻ കഴിയാത്ത ചില ജീവിതങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതെല്ലാം പൊളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതെല്ലാം പൊട്ടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സാധ്യതകൾ ഉണ്ടായിട്ടും അതിലേക്ക് കയറാൻ കഴിയാതെ ചില മന്ദതകൾ പോലെ, ചില ഏകാന്തതകൾ പോലെ തളർന്നുപോയ ചില ജീവിതങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. വലിയ വിളി ഉണ്ടായിട്ടും, വലിയ നിയോഗമുണ്ടായിട്ടും, വലിയ അഭിഷേകമുണ്ടായിട്ടും ചില മരുഭൂമികളിൽ കിടക്കുന്ന ചില വ്യക്തികൾ ഉണ്ടല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് രാത്രിയിൽ, ആമേൻ, ഹോരേബിൽ മോശയെ വേർതിരിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നിന്റെ ജനത്തെ ഒന്ന് തിരിച്ചുവിടുന്ന രാത്രിയാക്കി മാറ്റുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പലയിടത്തിൽ നിന്ന് സാമ്പത്തിക നന്മകൾ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ കടത്തിന്റെ മേൽ കടം കയറി നിരാശയിൽ വീണുപോയ ചില ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ കർത്താവേ. ആമേൻ, നീ തക്ക സമയത്ത് ശീഘ്രത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രിയിൽ ജനം ബലപ്പെടട്ടെ. ഒരു പുത്തൻ പ്രതീക്ഷ, ഒരു പുത്തൻ ഉണർവ്, ഒരു പുത്തൻ ചൈതന്യം, ഒരു പുത്തൻ ബലം, ഒരു പുത്തൻ ആവേശം, ഒരു പുത്തൻ അധികാരം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു. കയ്യിൽ കിട്ടുന്ന പണങ്ങൾ മുഴുവനും പലിശയ്ക്ക് കൊടുത്ത് അവൻ തളർന്നുപോയ ചില ജീവിതങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. കയ്യിൽ ലഭിക്കുന്ന പണം മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്ന ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ടല്ലോ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഓട്ടകൾ അടയ്ക്കണമേ, സുഷിരങ്ങൾ അടയ്ക്കണമേ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ.
മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശബരബരബര കബലബരബലബ ഉറബലബരബലബ തുരബലബരബരബ ഉടബലബരബലബരബലബ തുരബലബരബലബരബലബ തുരബലബരബലബരബലബ. ഞാനിവിടെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഒരു പ്രവചനാത്മാവിൽ പ്രാർത്ഥിച്ചതാണ്. അതിന്റെ വ്യക്തികളും അതിന്റെ കുടുംബങ്ങളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ഈ മീറ്റിംഗ് പല തവണ മാറിപ്പോകാനും ഇത് മുടങ്ങിപ്പോകാനൊക്കെ പിശാച് തന്ത്രങ്ങൾ ഇട്ടതാ. പക്ഷെ അതിന്റെ നടുവിൽ അതിനെയൊക്കെ മാറ്റി ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതിന്റെ പിൻപിൽ ചില കുടുംബങ്ങളുടെ വിടുതൽ കർത്താവ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ചില വ്യക്തികളെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ചില കുടുംബത്തിന്റെ മുകളിൽ പിശാചിട്ടിരിക്കുന്ന ഭാരമേറിയ ചില കല്ലുകൾ, ഭാരമേറിയ ചില ചുമടുകൾ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. നിനക്ക് ഒരിക്കലും തല ഉയർത്താൻ കഴിയാതെ നിന്റെ തോളിൽ മേൽ വെച്ചിരിക്കുന്ന ചില നുകങ്ങൾ ദൈവം മാറ്റുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് രാത്രി അത് ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ ഓരോരുത്തരെയും ബലപ്പെടുത്തി അയക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ബോധ്യം ലഭിച്ചൊരു വചനം നിങ്ങളുമായി പങ്കുവെക്കാം. നമുക്കൊരുമിച്ച് ദൈവവചനത്തെ ശ്രദ്ധിക്കാം. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ ഓർപ്പിച്ചത്. നമുക്കവിടെ നിന്ന് ദൈവവചനം ധ്യാനിച്ചു തുടങ്ങാം. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഈ വാക്യം പറയാം. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ ഒരു തിരുവചനം അതിന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഒരു ദൈവശബ്ദമായിട്ട് കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുകയാണ്. അതിനവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ഈ ഒരു കാര്യം നമ്മൾ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കും. പക്ഷെ അതിനകത്ത് നിന്ന് നിങ്ങൾ എടുക്കേണ്ട സന്ദേശം ഇത്രയേ ഉള്ളൂ: ദൈവത്താൽ എല്ലാ കാര്യവും സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് പല കാര്യങ്ങളും അസാധ്യമാണ്. മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സംഘടനകൾക്ക് പല കാര്യങ്ങൾ അസാധ്യമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങളും അസാധ്യമാണ്. പക്ഷേ തിരുവചനത്തിലൂടെ യേശു കർത്താവ് തന്നെ വിശ്വസിക്കുന്ന ജനത്തോട് പറയുകയാണ്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ ഇങ്ങനെ ആശ്രയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ 100% കാര്യങ്ങളും നിവർത്തിപ്പാൻ കഴിവുള്ളവനെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഏറികളിലും കഴിയത്തില്ല എന്ന് പറയാത്തവനെ, ഏതൊട്ട് ഇസഡ് വരെയുള്ള സകല വിഷയത്തെയും പരിഹരിക്കുന്നവനെ, അവനെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്.
ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഇവിടെ ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന ചില നിരാശകൾ ഇന്ന് രാത്രി ദൈവം മാറ്റും. ഈ സന്ദേശത്തിലൂടെ ശക്തിയേറിയ ഒരു ചൈതന്യം ദൈവം നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന് സകലവും സാധ്യമാണ് എന്നൊരു സന്ദേശം, ദൈവം തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളോടെല്ലാം നേരിട്ട് പറഞ്ഞൊരു സന്ദേശം, നേരിട്ട് പറഞ്ഞ സന്ദേശം. ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഈ വാക്യം ആദ്യമായി നമുക്ക് കേൾക്കാൻ പറ്റും. ഉൽപ്പത്തി 18:14 അബ്രഹാമിന്റെ വീട്ടിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്ന് 3 ദൂതന്മാർ അല്ലെങ്കിൽ 3 പുരുഷന്മാർ ഇറങ്ങി വന്ന് അവരോടുകൂടെ സംസാരിച്ച് ഭക്ഷിച്ച് അവർക്ക് വാഗ്ദത്തം കൊടുക്കുമ്പോൾ ആ വാഗ്ദത്തം ഒരിക്കലും നടക്കത്തില്ല, നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കൊണ്ട് ഒരുവൾ ഉള്ളത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ ഉള്ളത്തിലെ ചിന്ത അറിഞ്ഞ് കർത്താവ് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി 18:14 ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഒരു വാക്യൂടെ മുകളിലോട്ട് വായിച്ചാലും സന്തോഷമായിരുന്നു. 13 മുതൽ. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യമൊക്കെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും. നമ്മളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ തലമുറകളോട് ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കാൻ പോലും കഴിയാത്തതാണ്. അതാണ് ദൈവം. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞു. ചെറിയ കാര്യങ്ങളൊന്നും അവൻ പറയില്ല. അവൻ പറയുന്നതൊക്കെ ബുദ്ധിക്കൊക്കാത്ത വൻകാര്യങ്ങളാണ്, നമ്മുടെ വിശ്വാസത്തിനൊക്കാത്ത വൻകാര്യങ്ങളാണ്, ചരിത്രത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ്, ഒരു മനുഷ്യരിൽ വരെയും ആവർത്തിക്കാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ഇതേപോലെ ദൈവം ചിലരുടെ ജീവിതത്തോട് ഇടപെടുവാൻ ആഗ്രഹിക്കുക. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, എന്തിന് നിനക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ കർത്താവ് നീയുമായിട്ട് ഡീൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഊതറ്റെടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദൈവശബ്ദം ഏറ്റെടുക്കാം. ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, നിങ്ങളോട് സംസാരിക്കുന്നത് അസാധാരണ കാര്യമാണ്. In the name of Jesus, in the name of Jesus. അബ്രഹാം എന്ന മനുഷ്യൻ ഒരു ദൈവശബ്ദം കേട്ട് ജീവിതം തിരിച്ച് ഏകദേശം 24 വർഷങ്ങൾ പിന്നിട്ടു. പറഞ്ഞതൊന്നും നടന്നില്ല, വയസ്സ് മാത്രം ചെന്നു. പക്ഷേ 24-ാമത്തെ വർഷം ദൈവം ഇറങ്ങി വന്ന് പറയുക, സ്തോത്രം, അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ അണയ്ക്കും. ചില കാര്യങ്ങളൊക്കെ ഇനി ഒത്തിരി സമയങ്ങൾ നീ വെയിറ്റ് ചെയ്യണ്ട. ചില അത്ഭുതങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ ഇനി നീണ്ട നാളുകളുടെ കാത്തിരിപ്പ് ആവശ്യമില്ല. ഈ വചനത്തിന്റെ പ്രകാശനത്തിലൂടെ കർത്താവിനോട് പറയുന്നു, നീ ഇറങ്ങി തിരിച്ച ലക്ഷ്യത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇന്നലകളിൽ നീയുമായിട്ട് ദൈവം പറഞ്ഞ ഉടമ്പടികളും വാഗ്ദത്തങ്ങളുമൊക്കെ നിന്റെ കരങ്ങളിൽ എത്തുവാൻ ഇനി ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പില്ല. ചില എണ്ണപ്പെട്ട മാസങ്ങൾ മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. വാഗ്ദത്തമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഇന്ന് രാത്രിയിൽ ചില നിശബ്ദതയുടെ കാലങ്ങൾ നിന്നെ വിട്ട് മാറാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ ചില ഏകാന്തതകളുടെ യാത്രകൾ അവസാനിക്കാൻ പോകുകയാ. നിന്നോട് മിണ്ടുവാൻ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിരാശയുടെ വാക്കുകളല്ല, പ്രത്യാശയുടെ വാക്കുകൾ, പ്രചോദനത്തിന്റെ വാക്കുകൾ, മുമ്പോട്ട് പോകാൻ നിനക്ക് ധൈര്യം നൽകുന്ന വാക്കുകൾ. നീ ഒരു അത്ഭുതത്തിന്റെ അടുക്കൽ നിൽക്കുന്നു. പോരാ, നീ ഒരു അത്ഭുതത്തിന്റെ അടുക്കൽ നിൽക്കുന്നു. നീ ഒരു അത്ഭുതത്തിന്റെ അടുക്കൽ നിൽക്കുന്നു. അത് എന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. നീ ഒരു അത്ഭുതത്തിന്റെ അടുക്കൽ നിൽക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറയുടെ അകത്ത്, നിന്റെ സഭയുടെ അകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ഒരു അത്ഭുതത്തിന്റെ അടുക്കൽ നീ നിൽക്കുന്നു. അതിനാ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നേ. അതിനാ ഇന്ന് രാത്രിയിൽ ദൈവവചനം ഇവിടെ കേൾപ്പിക്കുന്നേ. ചിലതൊക്കെ ഇനി ഒത്തിരി നാളിന്റെ കാത്തിരിപ്പില്ല. പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും. ഈ ദൂത് ദൈവം നേരിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടതുപോലെ അവളും കേട്ടു. നമ്മൾ വിശ്വസിച്ചതുപോലെ അവളും വിശ്വസിച്ചു. അവിടെ ഉള്ളത്തിൽ ചിരിച്ചു. ഇതൊക്കെ എത്ര നാൾ കേൾക്കാൻ തുടങ്ങിയത്, എത്ര നാൾ ഇതിനു വേണ്ടി നിന്നതാ. ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ? എൻ്റെ ബലം ക്ഷയിച്ചല്ലോ, എൻ്റെ ആരോഗ്യം പോയല്ലോ, എനിക്കതിന് കഴിയുമോ? ഞാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് നിന്റെ ബലം ക്ഷയിക്കുമ്പോഴാണ്. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് നിനക്കിനി ഒന്നും കഴിയത്തില്ല എന്ന് തോന്നുമ്പോഴാണ്. യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പ്രതീക്ഷയുടെ ഒന്നാമത്തെ യാമവും രണ്ടാമത്തെ യാമവും മൂന്നാമത്തെ യാമവും കഴിഞ്ഞ് നാലാമത്തെ യാമത്തിൽ എത്തിയപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാ ആ കടലിന്റെ മുകളിൽ കാൽവത്തി വെച്ച് ഒരുവൻ പടകിലോട്ട് അടുത്തു വരുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈകൾ ഉയർത്തിക്കോ. മിസ്രൈമ രാജ്യത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇസ്രയേലിന്റെ വിടുതൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ നിന്നത് നടക്കാതെ ആമേൻ മരുഭൂമിയിലേക്ക് ഓടപ്പെട്ട് സ്തോത്രം 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുമ്പോഴാണ് ഹോരേബിൽ അഗ്നിയിൽ ആമേൻ മോശെ വിളിച്ചിട്ട് പറയുന്നു, ഇല്ല മോനെ, സമയമായിരിക്കുന്നു. എല്ലാം തീർന്നു, എല്ലാം നശിപ്പിച്ച് പഴയ പടകും വലയും എടുത്ത് ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ശുശ്രൂഷയില്ല, ഇനിയൊരു നിയോഗമില്ല എന്ന് പറഞ്ഞ് പഴയ തൊഴിലിന് വേണ്ടി ഇറങ്ങി തിബരിയാസിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇന്ന് രാത്രിയിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ചില ജീവിതങ്ങൾ ഇതിനകത്തിരിക്കുന്നു. ആമേൻ. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, തളരരുത്, നീ ക്ഷീണിക്കരുത്, നീ മുൻപോട്ട് പോകുക. നീ വാഗ്ദത്തത്തിനോട് അടുത്തിരിക്കുന്നു. Oh, in the name of Jesus. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ഈ മീറ്റിങ്ങിന് ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം കുറവല്ല. ചിലപ്പോൾ ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു മറിച്ചിരിക്കും. നിങ്ങൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ച വലിയ അത്ഭുതങ്ങൾ ഈ മീറ്റിങ്ങിലൂടെ നിന്റെ ലൈഫിൽ നടന്നിരിക്കും. കാരണം അങ്ങനത്തെ ഒരു വചനമായി ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. എന്താ വചനം? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ചലഞ്ച് ചെയ്ത ദൈവം നിന്നോട് പറയുക, ഇനി നടക്കത്തില്ല, ഇനി സാധ്യമല്ല എന്ന് പറയുമ്പോൾ, യെസ്, അങ്ങനെയെന്നല്ല കർത്താവ് പറയുന്നത്. നിന്റെ വിശ്വാസം പോലും നോക്കാതെ ദൈവം തന്റെ ശക്തിയെ ഉറപ്പിക്കുകയാണ്. ചില സമയത്തൊക്കെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പോലും നോക്കാറില്ല.
അത് നിന്നോടുള്ള സ്നേഹമാ. സാറ വിശ്വസിച്ചില്ല, അവൾ സംശയിച്ചു, അവൾ ഉള്ളത്തിൽ ചിരിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കർത്താവ് വാഗ്ദത്തത്തിൽ നിന്ന് മാറിയില്ല, ഉടമ്പടിയിൽ നിന്ന് മാറിയില്ല. നീ ചിലപ്പോൾ സംശയം പറഞ്ഞിട്ടുണ്ടാകാം, നീ ചിലപ്പോൾ ഉള്ളത്തിൽ നടക്കത്തില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിന്നോടുള്ള ദൈവത്തിന്റെ ഡീലിങ് നിന്റെ ഫെയ്ത്ത് പോലും നോക്കിയല്ല, നിന്നോടുള്ള ദൈവത്തിന്റെ ഡീലിങ് അവന്റെ വല്ലഭത്വത്തെ നോക്കിയാണ്, അവന്റെ ഓൾമൈറ്റിയെ നോക്കിയാണ് ദൈവം നിന്നോട് ഇടപെടുന്നത്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തിയാമേ. സാറായോട് പറയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇന്ന് രാത്രിയിൽ നിരാശപ്പെടാൻ വരട്ടെ, നീ ദുഃഖിക്കാൻ വരട്ടെ, നീ പുറകോട്ട് ചുവടുവെക്കാൻ വരട്ടെ. ദൈവം നിന്നോട് പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം. എവിടെയൊക്കെയോ ചില ചുവടുകൾ പുറകോട്ട് വെച്ച് ഇനി നടക്കത്തില്ല, ഇങ്ങനെ തീരുമെന്നൊക്കെ വിധി എഴുതി എങ്ങനെയാലും ജീവിതം പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ചിലർ ഇന്ന് ഈ വചനം കേൾക്കുന്നു. അങ്ങനെ നീ ചിന്തിക്കാൻ വരട്ടെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആ ജപ്തി മാറ്റാൻ എനിക്ക് കഴിയും, ആ കടഭാരം മാറ്റാൻ എനിക്ക് കഴിയും, നിന്റെ തലമുറയെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ എനിക്ക് കഴിയും, നിനക്ക് വേണ്ടി ഒരു ഭാവി വഴി തുറക്കാൻ എനിക്ക് കഴിയും, നിനക്ക് വേണ്ടി അടഞ്ഞ വാതിലുകൾ തുറക്കാൻ എനിക്ക് കഴിയും, നിന്റെ തലമുറയെ പിടിച്ചുയർത്താൻ എനിക്ക് കഴിയും, തകർന്നുപോയ നിന്റെ കുടുംബ ബന്ധങ്ങളെ പണിയാൻ എനിക്ക് കഴിയും, രോഗിയായി കിടക്കുന്ന നിന്റെ കുഞ്ഞിനെ വിടുവിക്കാൻ എനിക്ക് കഴിയും, ജീവിതം തളർന്ന് തകർന്നുപോയ നിന്റെ മുൻപോട്ടുള്ള ഗതികളെ മാറ്റാൻ എനിക്ക് കഴിയും, കടക്കണിയിൽ തകർന്നുപോയ നിന്റെ ജീവിതത്തെ മാറ്റാൻ എനിക്ക് കഴിയും, എനിക്ക് കഴിയും. ഇന്ന് രാത്രിയിൽ അതിനോടൊരു പ്രതികരണം മാത്രം മതി. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ജനിക്കാൻ പോകുകയാണ്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ജനിക്കാൻ പോകുകയാണ്, നിന്റെ കണ്ണിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ ജനിക്കാൻ പോകുകയാണ്, നിന്റെ കണ്ണിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ ജനിക്കാൻ പോകുകയാണ്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ജനിക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് 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 ദൈവത്തെ സ്തുതിക്കാം. എന്തൊക്കെയോ ചിലത് നിന്റെ ലൈഫിൽ സംഭവിക്കുന്നു, എന്തൊക്കെയോ മാറ്റങ്ങൾ നിന്റെ ലൈഫിൽ സംഭവിക്കുന്നു, എന്തൊക്കെയോ ചേഞ്ചുകൾ നിന്റെ ശരീരത്തിൽ നടക്കുന്നു, എന്തൊക്കെയോ അത്ഭുതകരമായ ആമേൻ വിടുതലുകൾ നിന്റെ ബോഡിയിൽ സംഭവിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ തളർത്തുന്ന ചില രോഗങ്ങൾ, രോഗ അണുക്കൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. ജീവിതത്തിൽ ലക്ഷ്യങ്ങളും അർത്ഥങ്ങളും ഉണ്ടായിട്ട് ചില മാരക രോഗങ്ങൾ നിന്നെ പിടിച്ച് നിന്റെ അവയവങ്ങളെ തകർക്കുന്നുണ്ടെങ്കിൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അതിന്റെ കെട്ടുകൾ നിർവീര്യമാകട്ടെ, അതിന്റെ ബലങ്ങൾ ക്ഷയിക്കട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, ബലം മടങ്ങി വരട്ടെ, ജീവൻ മടങ്ങി വരട്ടെ, ധൈര്യം മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സൗഖ്യങ്ങൾ നടക്കുന്നു ഇവിടെ, സൗഖ്യങ്ങൾ നടക്കുന്നു ഇവിടെ, സൗഖ്യങ്ങൾ നടക്കുന്നു ഇവിടെ, സൗഖ്യങ്ങൾ നടക്കുന്നു ഇവിടെ, സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിനോട് പറയുന്നു, ആമേൻ, ഈ കരങ്ങളിൽ, ആമേൻ, ഈ കൈകളിൽ ചില ആമേൻ തളർച്ചകളുള്ള ജീവിതങ്ങളെ ദൈവം ഇന്ന് രാത്രി ഇവിടെ സൗഖ്യമാക്കുന്നതിനെ കാണിക്കുന്നു. ആ കെട്ട് പൊട്ടട്ടെ, ആ കെട്ട് പൊട്ടട്ടെ, ആ കെട്ട് പൊട്ടട്ടെ. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഇന്ന് യേശുവിന്റെ നാമത്തിൽ കൈയുമായി ബന്ധപ്പെട്ട്, ഓരവുമായി ബന്ധപ്പെട്ട് അസ്ഥികളിൽ വരുന്ന ചില തേയ്മാനങ്ങൾ ഇന്ന് രാത്രി ദൈവം എടുത്ത് കളയുകയാണ്. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. വിടുതലിന്റെ ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ദൈവം എന്നെ കാണിക്കുന്ന ഒരു നിരാശയുടെ ബലൂൺ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടിച്ചു കളയുക. ദൈവം പൊട്ടിച്ചു കളയുക. നിന്റെ കുടുംബത്തിനകത്തൊരു നിരാശയുടെ ആത്മാവ് കടന്ന് കുറെ വർഷങ്ങളായി. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്
മിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. ചില നിരാശയുടെ കൂടുകളെ ദൈവം പൊളിക്കുന്നു, 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 പൊളിക്കുന്നു. കരകളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. Oh, hallelujah! ഇന്ന് രാത്രിയിൽ പ്രത്യാശയോടെ നിങ്ങൾ പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോടും സാറയോടും ദൈവം പറഞ്ഞൊരു വാക്കാ. കാരണം ലോങ് ജേർണിക്കായി ദൈവം വിളിച്ച വ്യക്തി അവരിലൂടെ ദൈവം എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കും. അവരിലൂടെ ദൈവം എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കും. അവർ ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും? പലർ ക്ഷീണിച്ചാലും നീ ക്ഷീണിക്കരുത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം നിന്നിൽ പല തുടക്കങ്ങളും ദൈവം ഇടാൻ പോവാ. കേട്ടില്ലല്ലോ. പലർ ക്ഷീണിച്ചാലും നീ ക്ഷീണിക്കരുത്. പലർ തളർന്നാലും നീ തളരരുത്. കാരണം നീ വലിയ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിന്നിൽ നിന്ന് പല തുടക്കങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. നിന്നിൽ നിന്ന് പല വാഗ്ദത്തങ്ങളും ദൈവത്തിന് നിവർത്തിക്കാനുണ്ട്. നിന്നിൽ നിന്ന് പല ആരംഭങ്ങളും ദൈവത്തിന് ഇടാനുണ്ട്. നിന്നിൽ നിന്നാണ് ഇനി അടുത്തൊരു ചരിത്രത്തിന്റെ ഗതി തിരിയുന്നത്. നീ ക്ഷീണിക്കരുത്, നീ ക്ഷീണിക്കരുത്. ദേശത്ത് നീ തളരരുത്, ദേശത്ത് നീ ക്ഷീണിക്കരുത്. Come on! അബ്രഹാമിനോടും സാറയോടും ദൈവം നേരിട്ട് പറഞ്ഞ കാര്യമാണിത്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ പ്രസംഗത്തിലൂടെ നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ് തരാൻ പോകുന്ന ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. ദൈവത്തിനെല്ലാം കഴിയും. ഞാൻ അവനെ വിശ്വസിക്കുന്നു, പിന്മാറുന്നില്ല, ഞാൻ മുൻപോട്ട് പോകയാ. എല്ലാ വാക്യങ്ങളും പറയാൻ ഇല്ല, പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട് തന്ന വചനം, ഒരു വാക്തത്വം ദൈവത്താൽ നടക്കും. അതിന് നിന്റെ ആരോഗ്യ വിഷയമല്ല, നിന്റെ സാഹചര്യ വിഷയമല്ല, ദൈവം അത് ചെയ്യും. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ യിരെമ്യാവിനോടും ഇതേ കാര്യം ദൈവം പറയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 32 അതിന്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? കൽദയരുടെ കരത്തിൽ ജനം കിടക്കുമ്പോൾ, അടിമത്തത്തിൽ തുടരുമ്പോൾ, ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ നിലം വാങ്ങി അതിനെ സാക്ഷി വെക്കുക. അവന് തോന്നി ഇത് സത്യമല്ല. കാരണം എങ്ങനെ പറ്റും? വിശ്വസിച്ചോ, ചിലതൊക്കെ നീ വാങ്ങാൻ പോകയാ. കേട്ടില്ല? ആമേൻ പറയാം. ദൈവവചനത്തെ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കണം. അതിനെ ആത്മീയമായിട്ടും വിശ്വസിക്കണം. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥകളുമായി വിശ്വസിക്കണം. ദൈവവചനത്തിനകത്ത് എപ്പോഴും ആത്മീയം മാത്രം കണ്ടാൽ നിന്റെ അന്നന്നത്തെ ആവശ്യം നടക്കത്തില്ല. പിശാച് കല്ലുമെടുത്ത് അപ്പമാക്കാൻ വേണ്ടി നിന്നപ്പം അന്നിന്റെ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞ് അന്നിന്റെ വിഷയത്തെ അവൻ ജയിച്ചു.
നിന്റെ വിഷയത്തെ ദൈവവചനം കൊണ്ട് ജയിക്കണം. അതിന്റെ പേരാണ് റീമ. നിന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന വചനം. കേട്ടില്ല? നിന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന വചനം. നിന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന വചനം. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഞാൻ തുടർമാനമായി ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണിതനായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, വിഷയം പറയത്തില്ല, പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ കണിയാന്മാരാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സാരമില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ക്ഷീണിതനാ. എന്നിട്ട് ഞാൻ ആ ക്ഷീണാവസ്ഥയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം വരണ്ട ദേശത്ത് നീരൊഴുക്കുകളെ തരും, അവൻ നദികളെ, അവൻ മലകളിൽ നിന്ന് നദികളെ ഉത്ഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഞാൻ ക്ഷീണിതനായി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് സഹോദരി പറഞ്ഞു, അപ്പുറത്തല്ലെന്ന കുടുംബം പറഞ്ഞു, പാസ്റ്ററെ മറുപടിയായി. അപ്പൊ ഞാനോർത്ത് എന്നെ മറുപടി, പാസ്റ്ററെ ഞങ്ങൾ വെള്ളമില്ലാതെ ഒരു കിണർ കുഴിക്കുകയാണ്, വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കുഴിച്ചതാണ്. അപ്പം ചോദിക്കും, വിശ്വാസികൾ ചോദിക്കും, വലിയ പണ്ഡിതന്മാർ ചോദിക്കും, ഇതിനൊക്കെ വേണ്ടിയാണോ പാസ്റ്റർ? പിന്നെ ജനങ്ങളുടെ ചെറിയ ആവശ്യത്തിന് പിന്നെ ആരുടെ അടുത്ത് പോകണം? നിങ്ങൾ മിണ്ടുന്നില്ല. ജനങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ആരുടെ അടുത്ത് പോകണം? അവർക്ക് ആശ്രയിക്കാൻ ദൈവമനുഷ്യർ മാത്രമേ ഉള്ളൂ. വലിയ പ്രാസംഗികന്മാരൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു സഭയിലെ പാസ്റ്ററായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ജനങ്ങളുടെ സാധാരണ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ട. കോഴിക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കേണ്ട ഗതിയാണ്. പ്രാർത്ഥിക്കണം. ഗ്ലോറി ടു ഗോഡ്. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ അങ്ങനല്ലേ പാസ്റ്റർ? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുക, അവർ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ചിലരിങ്ങനെ ക്യൂ നിൽക്കുക, പ്രാർത്ഥന വിഷയം ഉണ്ടോ 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 എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പാസ്റ്റർമാരുടെ അനുവാദം ഇല്ലാതെ ഒരു വീട്ടിലും ചെന്ന് നിങ്ങളുടെ ശുശ്രൂഷയൊന്നും ഇറക്കരുത്, യേശുവിന്റെ നാമത്തിൽ. പാസ്റ്റർമാര് കോഴിക്കും വേണ്ടി ആടിനും വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ പ്രാർത്ഥിക്കാൻ മറിയ വന്ന് പ്രാർത്ഥിച്ചു, അത് വേറെ കുഴപ്പം. നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ലേ? വേണ്ട, പോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ഇന്നിന്റെ ആവശ്യങ്ങളോട് പോലും ദൈവം ഇടപെടും. കൈകൾ ഉയർത്തിയാമേ. ഇന്നിന്റെ ആവശ്യങ്ങളോട് പോലും ദൈവം ഇടപെടും. ഈ സഭയില് വരുന്നവരെല്ലാം ഇങ്ങനെ വലിയ ആത്മീയരൊന്നുമല്ല, ഭയങ്കര ആത്മീയരൊന്നുമല്ല സഭയിൽ വരുന്നത്. എല്ലാ സാധാരണ ആൾക്കാർ വരും. ഒരു അഭിഷക്തൻ, ഒരു പാസ്റ്ററിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടും ആത്മീയ വളർച്ചയില്ലാത്തവനെയും വഹിക്കണം, ഭയങ്കര വളർച്ച ഉള്ളവനെയും വഹിക്കണം. ചിലർ പാസ്റ്റർമാരെന്ത് ചെയ്യും? വളർച്ച ഉള്ളവരെ മാത്രം വഹിക്കും. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? ഒട്ടും വളരാത്തവരെ മാത്രം വഹിക്കും, അപ്പോൾ വലുതെല്ലാം കൊണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ചർച്ചകളൊക്കെ ഒന്നെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു അഭിഷക്തൻ നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും. ചെറിയാൻ പാസ്റ്ററാൻ തോന്നുന്നു ഒരു പാട്ട് എഴുതി. ആ പാട്ടിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നത്, രോഗശൈകയിലെ രോഗശൈകയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവുമാവൻ, നല്ല വൈദ്യനും ദിവ്യൗഷധാവും ആത്മസാഹിയുമാവൻ തന്നെ. അതാ മനുഷ്യൻ ഒരു സഭയെ കണ്ടിട്ട് എഴുതിയ പാട്ടാ. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഒരു കൂട്ടം മൊത്തം വരുന്ന സൗഖ്യത്തിന് വേണ്ടിയാണ്. കേട്ടില്ല? ഒരു കൂട്ടം വരുന്ന മൊത്തം എന്തിനു വേണ്ടിയാണ്? സൗഖ്യത്തിന് വേണ്ടി. അപ്പൊ അവര് വന്ന് നിരാശപ്പെട്ടു പോകരുത്. അവര് വരുമ്പോ അവരും പറയണം, രോഗശൈകയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവുമാവൻ, നല്ല വൈദ്യനും
ആത്മസഹിയുമാവൻ തന്നെ. യേശു മാറാത്ത, ആമേൻ, യേശു മാറാത്തവൻ ആയത്ര. വേറൊരു കൂട്ടം വരുന്നത് ജീവിതത്തിൽ വീഴ്ചയൊക്കെ പറ്റി, പാവമൊക്കെ പറ്റി, വീണു എഴുന്നേറ്റും തളർന്നും ഒക്കെയാ വരുന്നേ. പക്ഷെ അവരും വന്നും ഈ കർത്താവിന്റെ മുമ്പിൽ വന്ന് മുട്ടും കുത്തിട്ട് അവരും പറയണം, തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ, എൻ ലംഘനങ്ങളോ എൻ അകൃത്യങ്ങളുമല്ല അകറ്റിയ തൻ്റെ സ്നേഹത്താ, എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമല്ല. യേശു മാറാത്തവൻ, യേശു മാറാ. ഓ, എന്നാൽ അടുത്തൊരു ഗ്രൂപ്പുണ്ട്. അവർ രോഗത്തെയും ജയിച്ചു, പാപത്തെയും ജയിച്ചിട്ട് അവര് സിയോനിൽ വാഴാൻ വേണ്ടി നിൽക്കുക. അവരങ്ങ് വെളിപ്പാട് നിത്യത കയറി നിൽക്കുക. അപ്പൊ അവരും പാടണം, സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും നന്നു. ഹായ്, എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടൻ ഉള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാ, യേശു മാറാ. എന്നാൽ ചിലര് അതിന്റെ അപ്പുറം കയറി. അവർ രോഗത്തെയും ജയിച്ചു, പാപത്തെയും ജയിച്ചു, സിയോന്റെ വാഴ്ചയും അതിന്റെ അപ്പുറത്ത് കയറി തേജസ്സിലോട്ടെത്തി. തേജസ്സിൽ വാണിടുവാനാ വിളിച്ചു തന്റെ തേജസ്സിൽ വാണിടുവാനാ വിളിച്ചു തന്റെ. എന്തൊരത്ഭുതം ഈ വൻകൃപയെ. ഇതാണ് ഒരു ചർച്ചിന്റെ ചിത്രം. കേട്ടില്ല? ഇതാണ് ഒരു ചർച്ചിന്റെ. സുവിശേഷകന് ഇത് കിട്ടത്തില്ല, സുവിശേഷകന് ഇത് മനസ്സിലാകത്തുമില്ല, ഉപദേശകന് ഒട്ടും മനസ്സിലാകത്തില്ല. പക്ഷെ ഇത് മനസ്സിലാകാൻ ഒരു പാസ്റ്റർക്ക് പറ്റും. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ഇത് മനസ്സിലാകാൻ ഒരു പാസ്റ്റർക്ക് പറ്റും. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാൽ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിനുമുള്ളതാണ്. ആമേൻ പറഞ്ഞില്ല? യെരമ്യാവിനോട് പറയുകയാണ്, നീ നിലം വാങ്ങി. അടുത്ത വാക്ക് പറയാണ്, സാക്ഷി വെക്കുക. അവൻ പറയാണ്, ഇത് നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ അങ്ങനെ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ചിലതൊക്കെ നീ വാങ്ങാൻ പോകുക. ചിലതൊക്കെ നീ വാങ്ങാൻ പോകുക. നീ ഒരിക്കലും നിൽക്കത്തില്ലെന്നും നിന്നെ ഒരിക്കലും നിർത്തത്തില്ലെന്നും വാദിക്കുന്ന ചില സ്ഥലങ്ങളിൽ ദൈവം നിന്നെ നിർത്തി, നിന്നെ അവിടെ അടിസ്ഥാനമിട്ട് നിന്നെ അവിടെ ഉറപ്പിക്കാൻ പോകുക. അന്ധകാര മണ്ഡലങ്ങൾ തോൽക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ദേശത്ത് സഭയെ ഉറപ്പിക്കും. അഭിഷക്തനെ ദൂതേറ്റെടുത്തോ. ഉറപ്പിക്കുന്നൊരു ദൈവം, ഉറപ്പിക്കുന്നൊരു ദൈവം, വിശക്തന്മാരെ ഉറപ്പിക്കുന്നൊരു ദൈവം. എത്ര അധികാര മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ അവകാശങ്ങൾ ഉണ്ടെങ്കിലും ദൈവം നിന്നോട് പറയുന്നു, ചിലത് വാങ്ങിക്കോ, ചിലത് വാങ്ങിക്കോ, ചിലത് വാങ്ങിക്കോ. ഇന്ന് രാത്രി ഇതിന് രാമേൻ പറയാൻ നീ തയ്യാറായാൽ ചിലതൊക്കെ നീ വാങ്ങുന്ന കാലഘട്ടമാണിത്. ചിലതൊക്കെ വാങ്ങുന്ന കാലമാണ്. നീ നിലം വാങ്ങി അതിന് സാക്ഷി വയ്ക്കുക.
നിനക്കൊരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ, നിന്റെ തലമുറയിൽ ഒരിക്കലും വെളിപ്പെടത്തില്ലെന്ന് ചില പറയുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഹോ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാത്രിയിലെ ഈ ദൂത് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ഈ ദേശത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോടും അഭിഷക്തന്മാരോടും ഇത് കേൾക്കുന്നവരോടുമുള്ള ദൈവശബ്ദമാണ്. ചിലതൊക്കെ നീ വാങ്ങി സാക്ഷി വെക്കാൻ പോകുകയാണ്. ചിലതൊക്കെ നിന്റെ പേരിലാകാൻ പോകുകയാണ്. ചിലതൊക്കെ ദൈവം നിനക്ക് തരാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകനായിട്ടും ദൈവത്തിന്റെ അഭിഷക്തനായിട്ടും യിരെമ്യാവിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രവാചകനായിട്ടും ദൈവത്തിന്റെ അഭിഷക്തനായിട്ടും ദൈവത്തിന്റെ നാവായിട്ടും യിരെമ്യാവിന് അത് വിശ്വസിക്കാൻ കഴിയാഞ്ഞപ്പോഴാണ് ദൈവം യിരെമ്യാവിനോട് പറയുന്ന വാക്ക്, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? കൈ ഉയർത്തിക്കോ. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഭൂമിയോ അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ചില സംശയങ്ങളുടെ നടുവിൽ ദൈവം സംസാരിക്കുന്നു. നിന്റെ ചില ദീർഘശ്വാസങ്ങളുടെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ചില നിസ്സായ അവസ്ഥയുടെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിനക്ക് കഴിയാതെ പോയ ചില ബലഹീനമായ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നീ വിധി എഴുതിയ, നീ നിസ്സാരനായി, നീ ഒന്നുമില്ലാത്തവനായി തലകുനിഞ്ഞു നിൽക്കുന്ന ചില സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പറ. ഇല്ലെന്ന് പറ. ഇല്ലപ്പാ, നിനക്കെല്ലാം കഴിയുമെന്ന് പറ. നിങ്ങൾ മിണ്ടുന്നില്ല. പറ. നിനക്കെല്ലാം കഴിയും. എന്റെ ജീവിതത്തെ മാറ്റാൻ നിനക്ക് കഴിയും. എന്റെ സാഹചര്യത്തെ മാറ്റാൻ നിനക്ക് കഴിയും. എന്റെ അവസ്ഥകളെ മാറ്റാൻ നിനക്ക് കഴിയും. എന്റെ ഇന്നത്തെ അവസ്ഥകളെ തിരിക്കാൻ നിനക്ക് കഴിയും. എന്റെ ജീവിതത്തെ തലകീഴെ മറിക്കാൻ നിനക്ക് കഴിയും. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ നിനക്ക് കഴിയും. നീ ലാസറിനെ ഉയർപ്പിച്ചവനാണ്. നീ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്. നീ കടലിന് മീതെ നടന്നവനാണ്. നീ 38 വർഷം തളർന്നു കിടന്നവനെ കിടക്കയെടുത്ത് ഓടുമാറാക്കിയവനാണ്. നീ 18 വർഷം കൂനിയായവളെ നിവരെ നിർത്തിയവനാണ്. നീ 12 വർഷം രക്തസ്രാവമുള്ളവളെ സൗഖ്യമാക്കിയവനാണ്. ഓ, നീ മരിച്ച കുഞ്ഞിനെ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചവനാണ്. നിന്റെ ഒരു വാക്ക് കേട്ടപ്പോൾ ബാലിക്കാരൻ സൗഖ്യമാക്കിയതാണ്. ഓ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ യോർദാൻ മുറിച്ചവനാണ്. ചെങ്കടൽ പിളർന്നവനാണ്. എരിഹോവിനെ അവൻ മറിച്ചിട്ടവനാണ്. ഇസ്രായേൽ ജനത്തിന് 40 വർഷം ആകാശത്തിൽ നിന്ന് മന്ന പൊഴിപ്പിച്ചവനാണ്. അവന്റെ കയ്യെത്ത ദൂരത്ത് കാടകളെ കൊണ്ട് നിർത്തിയവനാണ്. നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. ഇത് വെറുതെ കൈയടിച്ചു പോകുന്ന കൂട്ടമല്ല കേട്ടോ. നീ കയറി വന്നിരിക്കുന്നത് അത്ഭുതങ്ങളിലേക്കാണ്. യേശുവിന്റെ നാമത്തിൽ ഇനി ഒന്നും നടക്കത്തില്ല, എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് തോന്നിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് ജീവിതം തീർക്കണം, ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിക്കണം എന്നുള്ള ചിന്തകൾ മാറട്ടെ. നിന്നെ ദൈവത്തിന് ആവശ്യമാ. നിന്റെ കുടുംബത്തെ ദൈവത്തിന് ആവശ്യമാ. നിന്റെ തലമുറയെ ദൈവത്തിന് ആവശ്യമാ. നീ തകരാനുള്ളവനല്ല, നീ നശിക്കാനുള്ളവനല്ല. ദൈവത്തിന് നിന്നെ മാനിക്കണം, നിന്റെ ജീവിതത്തെ മാറ്റണം.
നിന്റെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തണം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റും. In the name of Jesus. കൈകളെ ഉയർത്തി പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് ഈ വാക്യം കാണാം. ആ വാക്യം എന്താണ്? ഏറ്റവും വലിയ ഒരു കാര്യം ചെയ്യാൻ ദൈവം ഒരു പാവം സഹോദരിയെ ചേർത്തിരിക്കുക. പേര് മറിയ. അവളിൽ എന്താണ് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സകല ജനത്തെയും വിടുവിക്കുന്ന ദൈവപുത്രനെ അവളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ചരിത്രത്തിൽ നടക്കാത്തൊരു കാര്യം. അവൾ പറയാണ്, ഞാൻ കന്യകയാ, ഇതെങ്ങനെ സംഭവിക്കും? അവിടെ കർത്താവ് ദൂതനെ വിട്ട് അവളെ പറഞ്ഞൊരൊറ്റ വാക്കിൽ ബലപ്പെടുത്തുക. ശ്രദ്ധിച്ച ആ വാക്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഒരാമേൻ പറഞ്ഞേ. വീണ്ടും ഉറക്കെ പറഞ്ഞേ ആമേൻ. വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ലൈഫിനെ മാറ്റാൻ ദൈവത്തിനൊരു ഒറ്റ വാക്ക് മതി. അതുവരെ മറിയയുടെ ജീവിതത്തിൽ നിന്ന് സകല സംശയങ്ങൾ ദൈവം പറഞ്ഞൊരൊറ്റ വാക്കിൽ മാറി. ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല. ഇതാണ് നമ്മുടെ അകത്തോട്ട് വരണം. നിങ്ങൾ വിടുന്നില്ല. ഇതാണ് നമ്മുടെ അകത്തോട്ട് വരണം. എൻ്റെ ദൈവത്തിനൊരു കാര്യവും. ദൈവം അത് പറയുന്നു, നീയും അത് പറയണം. ദൈവം അത് പറയുന്നു, നീയും അത് പറയണം. നിന്റെ കുടുംബത്തെ നോക്കി പറയണം. നിന്റെ സാഹചര്യത്തെ നോക്കി പറയണം. ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ലല്ലോ. അമ്മ മിണ്ടുന്നില്ല. അമ്മ മിണ്ടുന്നില്ല. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളാ പറയുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ പോലും വിശ്വാസത്തെക്കാൾ വലുതാണ് നമ്മുടെ അറിവുകൾ. ലാസറിന്റെ കല്ലറയിൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവം നിൽക്കുമ്പോ ദൈവം പറയുക, യേശു പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കാണും. ഉടനെ അവൾ പറയുന്നൊരു കാര്യം എന്താ പറയുന്നേ? എൻ്റെ സഹോദരനെ ഉയർക്കും. എപ്പോ ഉയർക്കും? അവസാനത്തെ ഒടുക്കത്തെ പുനരുത്ഥാനത്തെങ്കിലും ഉയർക്കും. കേട്ടില്ല? എപ്പോഴാ ഉയർക്കുന്നേ? നമ്മൾ ഇപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുക. ഇപ്പൊ ഒന്നും നടക്കത്തില്ല. ഇനി പണ്ട് ഇനി കർത്താവ് വരുമ്പോഴേ എന്തെങ്കിലും നടക്കൂ. ഇല്ലെന്നേ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇല്ലെന്നേ. അമ്മയും പറഞ്ഞു. നമ്മുടെ അകത്ത് കയറിയ ചില അറിവുകൾ ഇന്ന് വെളിപ്പെടേണ്ട ദൈവത്തിന്റെ പ്രവർത്തികളെ മാറ്റിവിടുന്നുണ്ട്. മറക്കരുത്. ദൈവം കല്ലറയുടെ അടുക്കൽ വന്നിരിക്കുന്നത് ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാൻ. നിന്റെ ലൈഫിൽ 10 വർഷം കഴിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യാനല്ല, ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ. വേദവചനത്തിനകത്ത് ഒരു സന്ദേശമുണ്ട്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നത്. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്നു മുതൽ എന്നേക്കും നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഞാൻ സ്ഥിരമാക്കും. അപ്പോൾ ടുഡേ ഇന്നൊരു അത്ഭുതമാക്കി മാറ്റണം. ജീവിതത്തിന്റെ ഗതി തിരിക്കുന്ന ഒരു രാത്രിയാക്കി ഇന്ന് തീരട്ടെ. ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്ന ഒരു രാത്രിയായി ഈ രാത്രി തീരട്ടെ.
ഹല്ലേലൂയ. കൈകൾ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തും. ദൈവമെന്നോ എപ്പോഴോ അല്ല. ചില അറിവുകൾ ഇന്ന് രാത്രി നമ്മളിൽ നിന്ന് മാറട്ടെ. അവസാനത്തെ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കും. ഇപ്പോഴും നടക്കത്തില്ല. നമ്മുടെയൊക്കെ ചിന്ത അതാണ്. എന്നാ രക്ഷപ്പെടുന്ന? എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്. ആ കൊച്ചു വളർന്ന് വലുതായി പഠിച്ച് വലിയ പേരായി UK പോയി ശമ്പളം മേടിച്ചിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇത്ര ഒന്നും വേണ്ട ദൈവത്തിന്. ഇപ്പോഴൊന്നും വേണ്ട. എനിക്കൊരു ഭാരമില്ല പാസ്റ്ററെ. എനിക്ക് 3 ആൺപിള്ളേരല്ലേ ദൈവം തന്നേക്കുന്നത്. അമ്മാരെങ്കിലും വളർന്നോട്ടെ. അവരെ 3 പേരെ മിലിറ്ററി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൈസ ഇങ്ങോട്ട് വരും. ദൈവത്തിന് അത്രയും സമയം കാത്തിരിക്കണം. അത് വളരട്ടെ. ടുഡേ, ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങളത് ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ഞാനിത് മൊത്തം ഏറ്റെടുക്കുക. ദൈവം ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവൻ ഒത്തിരി സമയങ്ങൾ വേണ്ട, ഒത്തിരി കാലങ്ങൾ വേണ്ട. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം, ഇത് ഉത്തരങ്ങളുടെ കാലം, ഇത് മറുപടിയുടെ കാലം. അന്നാളിൽ ഞാൻ അവനെ ഉത്തരമരുളും. എന്നാൽ ആ ദിവസം ഇന്നാകുന്നു. പിതാക്കന്മാരോട് മറുപടി തരുമെന്നാണെങ്കിൽ ഇന്നത്തെ ദൂത് ആ തരുമെന്ന് പറഞ്ഞ ദിവസം ഇന്നാണെന്ന. അതുകൊണ്ട് ആ സുപ്രസാദ കാലം ഇന്നാകുന്നു. കൈകളെ ഉയർത്തിക്കേ. ചെറുതും വലുതുമായ ആവശ്യത്തിന് ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഒറ്റ വാക്ക് മറിയോട് പറയുക. എന്താ ആ വാക്യമാണ് നമ്മൾ കേട്ടത്? ദൈവത്തിനൊരു കാര്യവും സത്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും സത്യം. മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ഉയരേണ്ടത്, എന്ന് ഗതി പിടിക്കും, എന്നെന്റെ കഷ്ടപ്പാട് മാറും, എന്നെന്റെ കുടുംബം രക്ഷപ്പെടും എന്ന് അത് മാറിയിട്ട് നീ വീട്ടിനകത്ത് പറ, എന്റെ ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ല. നിരാശ കൊണ്ട് നിരാശ കുറഞ്ഞ് നിന്റെ കുടുംബം നിറച്ച് നീയും നിന്റെ മനസ്സും ക്ഷീണിക്കാതെ ഫെയ്ത്ത്, വിശ്വാസം, വചനം പറ, എൻ്റെ ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല. എൻ്റെ ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല. മിണ്ടുന്നില്ല. എൻ്റെ ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് വീണ്ടും വീണ്ടും കരങ്ങളെ ഉയർത്തി ദൈവത്തെ. ഒറ്റ വാക്കാണ് മറിയുടെ ചരിത്രത്തെ തിരിച്ചത്. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പം അടുത്തായിട്ട് അവൾ പറഞ്ഞ കാര്യമുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിങ്ങൾ മിണ്ടുന്നില്ലേ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം. ഇന്ന് രാത്രി ഈ ശബ്ദം ഉണ്ടാകട്ടെ. നിനക്കൊരു കാര്യം അസാധ്യമല്ല. ദാ ഞാൻ നിന്റെ മകൻ, ദാ ഞാൻ നിന്റെ മകൾ, നിന്റെ ഇഷ്ടത്തിൽ നടക്കാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിന് വേണ്ടി മാത്രം പറയുക. നാം ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി. എൻ ദൈവത്താൽ കഴിയാത്തതാ ഏതുമില്ല. എൻ ദൈവത്താൽ കഴിയാത്തതാ ഏതുമില്ല. തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. എൻ ദൈവത്താൽ കഴിയാത്തതാ ഏതുമില്ല.
തന്നാമത്താൽ സാധ്യമേ വല്ലവൻ ചൊല്ലിൽ എല്ലാമാകും, എല്ലാ പേരിൽ നാമം. വന്മതിൽ പോലുള്ള ദുഃഖവും നേരിന്റെ വഴിയിൽ നടന്ന നന്മകൾ ദിനവും നൽകുമേ, നന്മകൾ ദിനവും നൽകുമേ. വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിന്റെ നായകൻ, വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിന്റെ നായകൻ, യേശുവിൻ നാമത്താൽ മാറാത്ത വൻരോഗങ്ങൾ ഏതുണ്ട്? ഇല്ല ഇല്ല. എൻ്റെ യേശുവിൻ മാറാത്തതാ വൻരോഗങ്ങൾ എന്തുണ്ട്? ഇല്ല ഇല്ല. വചനം നൽകും വിടുതൽ, വചനം നൽകിയിടും വിടുതൽ. യാചന കേൾക്കുന്നതാ, വിജനമാം മരുഭൂമി, വിജനമാം മരുഭൂമി അക്ഷയനായി കൂടെ വീഴാതെ താഴാതെ ഉയർത്തും കരത്താ. വിശ്വസ്തൻ നീതിമാൻ സർവത്തിൻ നായകൻ, വിശ്വസ്തൻ നീതിമാൻ സർവത്തിൻ നായകൻ. നല്ല കർത്താവിനെ ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. ദൈവമക്കളെ, എന്തെങ്കിലും പ്രത്യാശ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലേ? മറിയയ്ക്ക് ഒരൊറ്റ വാക്ക് മതിയായിരുന്നു ബലപ്പെടാൻ. ഇവിടത്തെ ഈ മറിയന്മാർക്ക് കഴിഞ്ഞ് എത്ര വാക്ക് വേണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ മറിയന്മാർക്കും ഇവിടുത്തെ ശോശാവന്മാർക്കൊക്കെ ഇതൊന്നും പോരാ. ഇവിടുത്തെ മറിയന്മാർക്ക് പോരാട്ടവും വട്ടവും പിശാചും ബന്ധനവും ഇതൊക്കെ കേട്ട് അല്ല ഈ ചെവിക്കകത്ത് ഇളക്കി കള. എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പോരാ, എൻ്റെ കർത്താവ് നല്ല ബ്രദറെ, വീട്ടിൻ്റെ മുറ്റത്തൊരു കോഴിമുട്ട എടുത്ത് പുഴുങ്ങി തിന്ന്, അതും നോക്കിക്കൊണ്ട് നിന്റെ ജീവിതം തീർക്കാതെ ആരാണ്ട് എന്താണ്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാ കിടന്ന് വിഷമിക്കുന്നേ? നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ? എന്തെങ്കിലും ഒരു മന്ത്രവാദത്തിന് തകർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ സഭ എന്നേ തകർന്നേനും. ഏതെങ്കിലും ആവിചാരകത്തിന് തകർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ സഭ എന്നേ തകരുമായിരുന്നു. ഏതെങ്കിലും അന്ധകാര മണ്ഡലത്തിന് ഇതിനെ തകർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതെന്നെ തകരുമായിരുന്നു. 2000 വർഷമായിട്ട് ഇത് തകരാതെ നിൽക്കുന്നെങ്കിൽ ഇതിന്റെ പിൻപിൽ അവൻ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരുവരിതിന് മുമ്പിൽ ഇല്ലേ? ധൈര്യപ്പെട് ദൈവമക്കളെ. മുഴുവൻ പാതാളവും ഇറങ്ങി വന്നാലും, സാക്ഷാൽ ലൂസിഫർ ഇറങ്ങി വന്നാലും
നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കാൻ പറ്റത്തില്ല. ഞാൻ നിനക്ക് ചുറ്റും മതിൽ കെട്ടി നിന്നെ കാക്കുമെന്ന് പറഞ്ഞവൻ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല എന്ന് പറഞ്ഞവൻ നിന്റെ ഒപ്പമുണ്ട്. ധൈര്യപ്പെടുന്ന യുവജനമേ, മുൻപോട്ട് പോക. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. എല്ലാ സംശയങ്ങളും, നിരാശകളും, അവിശ്വാസങ്ങളും ഇന്ന് രാത്രിയിൽ ഈ തിരുവചനത്തിന് മുമ്പിൽ പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് 1:37 പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ കർത്താവ് പറയുക. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇതൊരു വലിയ സംഭവം. ഈ പിതാവ് സംശയിക്കാതെ എങ്ങനെ സംശയിക്കാതിരിക്കും? ഈ പിതാവ് തൻ്റെ മകനെ വലിയ പാസ്റ്റർമാരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. വലിയ പാസ്റ്റർമാരുടെ അടുത്ത് ഭയങ്കര രോഗസൗഖ്യവും ഭയങ്കര വിടുതലും ഒക്കെ ഉള്ള അഭിഷക്തന്മാരുടെ അടുക്കൽ, പത്രോസിന്റെ അടുക്കലും യോഹന്നാന്റെ അടുക്കലും യാക്കോബിന്റെ അടുക്കലും ഒക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത്. പക്ഷെ പ്രാർത്ഥിച്ച് ഇവരുടെ വിശ്വാസം പോയി. അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കും. വിശ്വാസമായിട്ടാണ് വന്നേ, പ്രാർത്ഥിച്ച് വിശ്വാസം പോയി. കേട്ടില്ല? നമ്മുടെ സഭകളിലൊക്കെ ഇത് നന്നായിട്ട് കാണാൻ പറ്റും. വിശ്വാസത്തോടെ പള്ളി വന്ന പാട്ടും പ്രാർത്ഥനയും ആരാധനയും പാസ്റ്ററിനെയും സെക്രട്ടറിനെയും ഞങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശ്വാസം പോയി. കേട്ടു? അങ്ങനെ ഇന്ന് രാത്രിയിൽ വന്നവരെല്ലാം മാനസാന്തരപ്പെടും. നമ്മുടെ ലൈഫിൽ ഇതൊരു കുഴപ്പമാണ്. നമ്മുടെ ആദ്യ വിശ്വാസം പോകും, നമ്മുടെ ആദ്യ പ്രവൃത്തി പോകും, നമ്മുടെ ആദ്യ സ്നേഹം പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് മൂന്നും പിടിച്ചോണം. കേട്ടില്ല? ഒന്നുകൂടെ പറയാം. നമ്മുടെ ആദ്യ വിശ്വാസം, ആദ്യ പ്രവൃത്തി, ആദ്യ സ്നേഹം. അത് പോകരുത്, പോകാൻ അനുവദിക്കരുത്. ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ അത്യന്ത സ്നേഹത്തിലേക്ക് വളരണം. ആദ്യ പ്രവൃത്തിയിൽ നിന്ന് ആമേൻ അത്യത്ഭുതമായ സൽപ്രവൃത്തിയിലേക്ക് നീ വളരണം. ആദ്യ വിശ്വാസത്തിൽ നിന്ന് അത്ഭുതകരമായ വിശ്വാസത്തിലേക്ക് നീ വളരണം. പക്ഷേ പൊതുവിൽ ചർച്ചകളിൽ സംഭവിക്കുന്ന കാര്യം, വിശ്വസിച്ചൊക്കെ വരുന്നവർ കുറച്ച് കഴിയുമ്പം അങ്ങ് വിശ്വാസം പോവുക. പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥ പറയാൻ സമയമില്ല. ചില മീനൊക്കെ കരയിലേക്ക് അങ്ങ് വീഴുമ്പോൾ ഭയങ്കര പിടച്ചില. എന്നിട്ട് ആ മീനെ പിടിച്ച് വീണ്ടും കൊട്ടയിലേക്ക് ഇടുമ്പോൾ കൊട്ടയിൽ കിടന്ന് ഭയങ്കര പിടച്ചില. അപ്പൊ കൊട്ടയിൽ കിടക്കുന്ന മീൻ പറയാറുണ്ട്, ആദ്യം ഞാൻ നിന്നെപ്പോലെ തന്നെ പിടച്ചതാ, നീ കുറച്ച് കഴിയുമ്പോൾ എന്നെപ്പോലെ ആയിക്കോളൂ. ഇപ്പൊ ഇതിനടുത്തിരുന്ന്, നിങ്ങളുടെ അടുത്തിരുന്ന് ഒരാൾ സ്വോത്രം ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന 10 വർഷം മുമ്പ് മൂത്ത വിശ്വാസി പറയും, ഇവിടെ എന്നാ ഈ സ്വോത്രം?
കാരണം പുള്ളി പെടയെല്ലാം തീർന്നിരിക്കിടക്കാം. മനസ്സിലായില്ല? സാറ് മാത്രം ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നല്ലോ. ഹല്ലേലൂയ, സോറി, താങ്ക് യു. ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത. കേട്ടില്ല? ആദ്യം പിടിച്ച മീൻ കരലോട്ടിടുമ്പോൾ കരന്നെടുത്തൊരു ചാട്ടം, അവിടെ നിന്ന് പിന്നെ ഒരു ചാട്ടം, പിന്നെയും ചാട്ടം, ചാട്ടത്തോട് ചാട്ടമാണ്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് വന്ന് വീഴുമ്പോഴത്തേന് വീണ്ടും അവിടെ കിടന്ന് 3-4 ചാട്ടം. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ മയങ്ങി കിടക്കുക. അപ്പൊ മയങ്ങി കിടക്കുന്നവർ പറയുന്ന കാര്യമാണ്, നീ ഇപ്പം ചാടിക്കോ, 10 ദിവസം കഴിയുമ്പോൾ നീ എന്നെ പോലെ തന്നെ കിടക്കും. അങ്ങനെ കിടക്കുന്നവനെ നോക്കി നീ നിന്റെ പരിപാടി നിർത്തിയാക്കി. ഈ ചർച്ചിനകത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉറക്കമൊക്കെ ഉള്ളവരോ കൂടുതലും വരുന്നതാണ് എനിക്കിപ്പോൾ അങ്ങ് തോന്നുന്നത്. ഐ ആം സോറി. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. ഐ ആം സോറി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടൊരു പിതാവ് ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നു വിടുതലില്ല. ഞാനിവിടെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, 3 കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകരുത്. നിന്റെ ആദ്യ വിശ്വാസം, നിന്റെ ആദ്യ പ്രവൃത്തി, നിന്റെ ആദ്യ സ്നേഹം. കുറയരുത് കേട്ടോ, കുറയരുത്. അമേൻ പറ, അമേൻ പറ. നീ പല കെട്ടുറപ്പുള്ള ഇടങ്ങളിൽ നിന്ന് നീ കർത്താവിനെ കണ്ട് ചാടി ഇറങ്ങിയതാ. അന്ന് തീവ്രമായ ചില കാര്യങ്ങൾ ചെയ്യാൻ നീ തീരുമാനിച്ചതാ. നിന്നെ ചാടി ഇറക്കിയത് നാട്ടുകാരോടും വീട്ടുകാരോടെക്കാളും കർത്താവിനോട് സ്നേഹനിമിത്തമായി ചാടി ഇറങ്ങി. ഈ 3 കാര്യം നഷ്ടപ്പെട്ടാൽ നീ കേവലം ജഡീകനാണ്. നിന്നെ മാറ്റി നിർത്തുന്നത് നിന്റെ വീടും നിന്റെ കാറുമല്ല, നിന്റെ വിശ്വാസവും നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവുമാണ്. പറഞ്ഞു പറഞ്ഞു രാമേൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിൽ വരുന്ന മടുപ്പുകളും മന്ദതകളും വിശ്വാസത്തിന്റെ ക്ഷീണങ്ങളും ആമേൻ സ്നേഹത്തിന്റെ കുറവുകളും പരിഹരിക്കപ്പെടട്ടെ. ആമേൻ പറയുന്നില്ല? ആമേൻ. ഈ സഭയിൽ തീ പിടിച്ച കുറെ പേരുണ്ടെങ്കിൽ പാസ്റ്റർക്ക് എന്തൊരു സന്തോഷം എന്നറിയോ? പാസ്റ്റർമാർക്കൊക്കെ കൂടുതൽ അറ്റാക്ക് വരുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, ഈ പ്രസംഗിക്കുന്ന പ്രസംഗം ഒന്നും അങ്ങോട്ട് ചെല്ലാതെ എല്ലാം തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടായിക്കോളും. ദൈവവചനം ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ എത്ര ദൂതുകൾ ഇറങ്ങി വരും എന്നറിയാം. ഈ യോഗത്തിൻ്റെക്ക് നല്ല ദൂതൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുന്ന അപ്പച്ചനെ കാണുമ്പോൾ പിന്നെ പാസ്റ്റർ ദൂത് അങ്ങോട്ട് വിടുക, അടിച്ച് പൊട്ടിക്കുക. ആദ്യ വിശ്വാസം, ആദ്യ പ്രവൃത്തി, ആദ്യ സ്നേഹം. ഉയർത്തി ആമേൻ. കുറയരുത്, കുറയരുത്. നീ രക്ഷിക്കപ്പെട്ട ദിവസത്തിലുള്ള സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം, വലിയ തീരുമാനം, അതൊരു യാത്രയാ. ആ യാത്രയിൽ നിന്ന് പുറകോട്ട് പോകരുത്. നീ ദേശങ്ങളെ കീഴടക്കും, നീ രാജ്യങ്ങളെ കീഴടക്കും. ഒരു കൂട്ടം മാറി നിന്ന് നോക്കുന്നുണ്ട്. പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയ പത്രോസിനെ നീ അറിയാതെ നിന്നെ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്. നിന്റെ യാത്ര എന്തായിത്തീരും? കാരണം നീ വിജയിച്ചാൽ നീ വിളിക്കണ്ട, അവർ പുറകെ ഇറങ്ങിയിരിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. In the name of Jesus. ഈ യാത്രയിൽ നീ വിജയിച്ചാൽ, നിന്റെ കാലുകൾ പതറുന്നില്ലെങ്കിൽ, നിന്റെ നോട്ടം തെറ്റുന്നില്ലെങ്കിൽ, നീ ആരെയും വിളിക്കണ്ട, നിന്നെ കണ്ടൊരു കൂട്ടം ഇറങ്ങും. അനേകരെ രക്ഷിക്കുന്നതിന്റെ ആദ്യ അടയാളമായിട്ടാ ദൈവം നിന്നെ രക്ഷിച്ചത്. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. ആമേൻ പറയാൻ പറ്റുന്നവർ. അനേകരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതിന്റെ ആദ്യമായിട്ട് ദൈവം നിന്നെ പലയിടത്തുനിന്ന് കൊയ്തെടുത്തത്. നീ ആദ്യ ഫലമാണ്.
നീ മുമ്പോട്ട് പോയാൽ ഒരു കൂട്ടം നിന്റെ പുറകെ വരും. യോസേഫേ, നീ മുൻപോട്ട് വെക്കോ, ഒരു രാജ്യം മുഴുവൻ നിന്റെ പുറകെ വരും. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. നിന്റെ കുടുംബത്തിനകത്ത് രക്ഷ കയറി വരാൻ പോകുക. നീ കണ്ട കർത്താവിനെ നിന്റെ സഹോദരങ്ങൾ സ്വീകരിക്കാൻ പോകുക. നീ കണ്ട കർത്താവിനെ നിന്റെ നാട്ടുകാർ സ്വീകരിക്കാൻ പോകുക. നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ലോകം പറയുന്ന അളവിൽ നിന്റെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് വലിയൊരു പണമിട്ട വീടും സ്വിച്ച് ഇടുമ്പോൾ തുറക്കുന്ന ഗേറ്റും ഒന്നുമല്ല. ഒരു കുടുംബത്തിന് തകർച്ചയുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ കിട്ടാവുന്ന നിലയിൽ കർത്താവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധിയാകണമെന്ന ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കും. നീ കർത്താവിന്റെ കൂടെ നടന്നാൽ കർത്താവ് നിന്റെ പട്ടണത്തിൽ നിന്റെ കൂടെ നിൽക്കും. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞോ. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ ഇങ്ങനത്തെ മാന്യത ചിലരുടെ മേൽ വരുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തോ. മാന്യത തരുന്ന ദൈവം, മാന്യത തരുന്ന. നിന്റെ വീടും നിന്റെ കാറും ഒന്നും ആരെ ആകർഷിക്കത്തില്ല കേട്ടോ. പക്ഷെ നിന്നിൽ വെളിപ്പെടുന്ന ദൈവകൃപ, ദൈവസ്നേഹം, ദൈവശക്തി, വിശ്വാസം ലോകത്തെ ആകർഷിക്കും. ആ വഴിയോരത്തിലൂടെ പോകുന്ന ആ മനുഷ്യനെ കണ്ട് ശൂലേങ്കാരത്തെ വിളിച്ചു പറഞ്ഞു, ആ പോകുന്നവൻ ഒരു ദൈവ മനുഷ്യനാ. അവങ്ങനെ വീട്ടിൽ കയറ്റിയാൽ, ആ മനുഷ്യനെ വീട്ടിൽ കയറ്റിയാൽ വീട് അനുഗ്രഹിക്കപ്പെടും. എന്റെ തലമുറയുടെ മരണം മാറും. ഈ ദേശത്തിന്റെ തലമുറകളുടെ മരണം മാറ്റാൻ നിയമിക്കപ്പെട്ട എലീശയാണ് നീ. ഈ തലമുറയുടെ വിശപ്പ് മാറ്റാൻ ദൈവം എഴുന്നേൽപ്പിച്ച എലീശയാണ് നീ. ഈ ദേശത്തിലെ ഗർഭനാശം മാറ്റാൻ ദൈവം എഴുന്നേൽപ്പിച്ച എലീശയാണ് നീ. ഈ ദേശത്തിലെ അവൻ സ്തോത്രം വിഷം ഉള്ള അവൻ ആഹാരത്തെ മാറ്റാൻ ദൈവം എഴുന്നേൽപ്പിച്ച എലീശയാണ് നീ. ഈ ദേശത്തിന്റെ ഉത്തരമാണ്. ഓരാ കൈ ഉയർത്തി ആമേൻ പറ. ആരൊക്കെയോ ഇത് സ്വീകരിക്കുന്നു. 5-8 പേർ ഈ ദൂത് കയറി പിടിക്കുന്നത് ഞാൻ കാണുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തിക്കേ. ഹല്ലേലൂയ. In the name of Jesus. പ്രാർത്ഥിച്ച് 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 വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവ്, അവൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുക, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, വിടുതലില്ല. നീ നിനക്ക് വല്ലതും കഴിയെങ്കിൽ ചെയ്യും. അഭിഷക്തന്മാരെ കണ്ട്, ആത്മീയ ഗോളത്തെ കണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട് കേട്ടോ. അവരുടെ വിശ്വാസം പോയത് നമ്മളെ കണ്ട, നമ്മുടെ ചർച്ചിന്റെ ആരാധന കേട്ട, നമ്മുടെ ചർച്ചിൽ നടക്കുന്ന അടി കണ്ട അവന്റെ വിശ്വാസം പോയേ. ഓ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മുടെ ചർച്ചിൽ നടക്കുന്ന അടിയും കുത്തിത്തിരിപ്പും ജാതി വ്യവസ്ഥയും അസ്വസ്ഥതയും കണ്ട് വിടുവിക്കപ്പെടേണ്ട പലരുടെയും വിടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം സഹിക്കും, എത്രത്തോളം പൊറുക്കും? അയ്യോ, ഞാൻ ആ വചനം വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് കർത്താവ് ആ മകനോട് പറയുക, എനിക്ക് കഴിയുമെന്നോ. ദേശനിവാസികളെ, ചിലപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം, ഞങ്ങളുടെ പ്രസംഗം പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം, ഞങ്ങളുടെ സഭ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷെ യേശു പരാജയപ്പെട്ടവരല്ല. നിന്നെ വിടുവിക്കാൻ, നിന്നെ രക്ഷിക്കാൻ, നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ഈ യേശു പരാജയപ്പെട്ടിട്ടില്ല. നീ വിശ്വസിക്ക. ഹല്ലേലൂയ.
ഞങ്ങൾ ചിലപ്പോൾ പരാജയമാകാം, ഞങ്ങളുടെ സഭ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ദേശമേ, തകർന്ന കുടുംബമേ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത മാതാവേ, പിതാവേ, രോഗത്തിൽ കിടക്കുന്ന തലമുറയെ, യേശു ഒരു പരാജയമല്ല. നീ ഇരിക്കുന്നിടത്ത് യേശുവിനെ വിളിക്കുക, അവൻ നിന്നെ വിടുവിച്ചിരിക്കും. ഇന്ന് രാത്രി ദൂതിന് മുമ്പിൽ അഭിഷക്തന്മാരും സഭയും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദേശത്തിന്റെ ഒരു ഉത്തരമാകണം, ഞങ്ങൾ ദേശത്തിന്റെ ഒരു മറുപടിയാകണം. ഒന്ന് കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്ക്. ആമേൻ. പാസ്റ്റർമാർ പരാജയപ്പെട്ടു പോയ ചില കേസുകൾ ഈ ദേശത്ത് വിടുതൽ വരും. ദൈവം തന്നെ ചില കുടുംബത്തിൽ ചെന്ന് വിടുവിക്കാൻ പോവുക. കർത്താവ് തന്നെ ഈ ദേശത്തെ ചുറ്റുപാടിൽ ചില വിടുതലിന്റെ സമയമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി, നീ ദൂത് കേൾക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ആ തലമുറയ്ക്ക് വിടുതലുണ്ട്. മാനസിക വിഭ്രാന്തിയിൽ നിൽക്കുന്ന നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്. പിശാച് ആക്രമിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്. ആശ്രയിക്കുന്നീ കർത്താവ് മകനെ വിടുവിച്ചു. അപ്പന്റെ കയ്യിൽ ആരോഗ്യത്തോടെ മടക്കി കൊടുത്തു. തലമുറകളെ മാതാപിതാക്കളുടെ കയ്യിൽ മടക്കി തരുന്ന ഒരു കർത്താവാണ് ഈ കർത്താവ്. നിന്റെ തലമുറയെ അവൻ വിടുവിക്കും. ദൈവത്തിനൊരു കാര്യവും സത്യമല്ല. എൻ്റെ സമയം തീർന്നു. ഞാൻ പ്രസംഗത്തിലോട്ട് കയറുന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റ വാക്കിൽ നിർത്താം. നമ്മൾ വായിച്ചത് ലൂക്കോസ് 18. അവിടെയാണ് നമ്മൾ വായിച്ച വചനം. അത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലവും സത്യം. അത് ഏത്? അവിടെയാണ് പറയുന്നത്, ഒരു ധനികൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവന് വേണ്ടത് 1 ദൈവരാജ്യവും 2 നിത്യജീവനുമാണ്. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് നിത്യജീവൻ കിട്ടുമോ? കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് വാ, കിട്ടും. വിറ്റിട്ട് വാ, കിട്ടുമെന്ന് പറഞ്ഞില്ല, വന്നിട്ട് എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞു. എല്ലാം വിറ്റാ കിട്ടുമെന്നൊന്നും ചിന്തിക്കല്ലേ. അങ്ങനെ വിറ്റ് കിട്ടുമെങ്കിൽ അത് കിട്ടത്തൊന്നുമില്ല. വിറ്റാ കിട്ടുന്നതാണെങ്കിൽ രക്ഷപ്പെട്ടനം. വിറ്റാലല്ല കിട്ടുന്നത്, കർത്താവിനെ കിട്ടിയാലേ കിട്ടത്തുള്ളൂ. എന്നിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതിദുഃഖത്തോടെ മടങ്ങിപ്പോയപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് പോലെ പ്രയാസം. അത് കേട്ടപ്പം പത്രോച്ചാനും യോവനാന്യച്ചനും ഒക്കെ കൂടിയിട്ട് പറഞ്ഞു, നമ്മളെല്ലാം വിറ്റിട്ട് വന്നല്ലേ, നമ്മുടെ കാര്യം എന്താവും? എല്ലാം വിറ്റെന്ന് പറഞ്ഞ് വന്നതാ. എന്നാ വിറ്റെന്ന് ഓർത്ത? ഇവൻ്റെ അരയിൽ അപ്പോഴും ഒരു ചൂണ്ട വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വിട്ടെന്ന് പറഞ്ഞാലും ചെറിയ സാധനമൊക്കെ കയ്യിലുണ്ട്. പിന്നെ യേശു ഇല്ലാതെ പോയപ്പോൾ എന്താ വല എടുത്തോണ്ട് പോയേ? അപ്പം അരകിൽ ചൂണ്ടയും ഉണ്ട്, വീട്ടിൻ്റെ അപ്പുറത്ത് വലയും ഉണ്ട്. ഞാൻ അവിടെ നിർത്തട്ടെ. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ സകലവും വിട്ട് നിന്നെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണല്ലോ. അവിടെയാ കർത്താവ് പറയുന്നത്, അത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞാൽ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ടുമല്ല. അത് ദൈവമാണ് ഒരുവനെ കയറ്റുന്നത്. കൈകൾ ഉയർത്തി ഒരു ആമയും പറഞ്ഞാട്ടെ. നമ്മുടെ കർമ്മങ്ങളോ, നമ്മുടെ പ്രവർത്തനങ്ങളോ, നമ്മുടെ സഹനങ്ങളോ, നമ്മുടെ ത്യാഗങ്ങളോ ഒന്നും ദൈവരാജ്യത്തിലേക്ക് കയറാൻ ഉള്ള പാസിംഗ് വേ അല്ല.
അത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ അത് സാധ്യമാക്കുന്നത് ദൈവത്താലാ. അത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്താൽ സാധ്യം. എങ്ങനെ സാധ്യം? ഒരുവൻ കർത്താവേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്റെ പാപം പോക്കണമേ, എന്നെ നീതീകരിക്കണമേ, എന്നെ നിന്റെ മകനാക്കണേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് കേവലം ചില വാക്കുകൾ പറയുമ്പോൾ ആ ഒരൊറ്റ വാക്കിന്റെ ആധാരത്തിൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ദൈവം അങ്ങ് സാധ്യമാക്കി തരും. നിങ്ങൾക്കൊരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഇത്രയും ലളിതമാക്കി സുവിശേഷത്തെ നമുക്ക് തന്ന ഈ ദൈവം എത്ര വലുതാണ്. കൈകളെ ഉയർത്തി പറഞ്ഞാട്ടെ. ഒരുവനെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് മനുഷ്യന്റെ പറ്റത്തില്ല കേട്ടോ, മതത്തിന് പറ്റത്തില്ല കേട്ടോ, കർമ്മത്തിന് പറ്റത്തില്ല കേട്ടോ. പക്ഷെ അത് ദൈവത്തിന് കഴിയും. എങ്ങനെ കഴിയും? ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും. ഒരുവൻ എന്നിൽ വിശ്വസിച്ച എന്നിലൂടെ അത് കിട്ടുമെന്ന് പറഞ്ഞവനെ കണ്ണുമടച്ചൊരുവൻ വിശ്വസിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ദൈവം അങ്ങ് സാധ്യമാക്കും. കൈകളെ ഉയർത്തി രാമയും പറയാൻ പറ്റുമോ? എല്ലാ കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. എനിക്കിവിടെ നിന്ന് ഒത്തിരി ദൂത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ ആകുലതകൾ മാറിക്കോ. നിന്നെ കയറ്റുന്നത് മനുഷ്യനല്ല, ദൈവമാ. എല്ലാവരും കൈ ഉയർത്തി ആമേൻ. നിന്നെ കയറ്റുന്നത് മനുഷ്യനല്ല, ദൈവമാ. ദൈവമാണ് കയറ്റുന്നത്. അവനെ കയറ്റുവാൻ എന്ത് ചെയ്യും ദൈവം? ദൈവം അവന്റെ അകത്ത് ഒരു പ്രകാശനം കൊടുക്കും. ദൈവം അവന്റെ അകത്തൊരു വചനം കൊടുക്കും. ദൈവം അവന്റെ അകത്തൊരു ദൂത് കൊടുക്കും. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒരുവൻ കണ്ടാൽ അവന്റെ പുറകെ പുറകെ ഇറങ്ങും. പിന്നെ അവന് ലോകം വലുതല്ല, പാപം വലുതല്ല, അവൻ യേശുവിന്റെ പുറകെ പോകും. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാൽ ദേ നാട്ടുകാരെ മുഴുവനും പേടി മുനയിലാക്കി ദൈവജനത്തെ മുഴുവൻ കൊന്നൊടുക്കുവാൻ ഒരുവൻ ദമസ്കോസിലേക്ക് പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, യെരുശലേമിലേക്ക് പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം ഒരുവന്റെ മേൽ അടിച്ചപ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ ദൈവരാജ്യത്തിന്റെ വക്താവായി മാറി. നിന്റെ ലൈഫിനെ മാറ്റാൻ ഈ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ രാമയും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. ഈ ഒരു ദൂത് നിങ്ങൾക്ക് തരാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവിൽ എനിക്ക് അനുവദിച്ച സമയം തീരുന്നു. ആമേൻ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും ദൈവം ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. എന്തെങ്കിലും അസാധാരണ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് വാങ്ങണമെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുക. ആമേൻ. സ്തോത്രം. എല്ലാവരും ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുക. നിന്റെ തലമുറയിൽ വിടുതൽ നടക്കണമെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുക. അടുത്തൊരു വാക്ക്, നിനക്ക് ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ, നിത്യജീവനിലെത്തണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കുക. എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്നു? നല്ല കർത്താവല്ലേ? അവന് സാധ്യമാണ്. പോരാ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. സാധ്യമാണ്, അവന് സാധ്യമാണ്. നമ്മളോടൊക്കെ ഞങ്ങൾ വന്ന് പറയും, ഇന്ന് കർത്താവ് വന്നാ പോവോ പോവോ? നീ പറയണ എൻ്റെ ദൈവത്താൽ സാധ്യം. എൻ്റെ ദൈവത്തിന് എന്നെ മാറ്റാൻ പറ്റും. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ മുഴുവൻ മാറ്റി എന്നെ, സ്തോത്രം, ആമേൻ, ഹിമം പോലെ വെളുപ്പിച്ച് എൻ്റെ സകല കറകളും പാവങ്ങളും മാറ്റി എന്നെ വിശുദ്ധനാക്കി ശുദ്ധീകരിച്ച് പണിതെടുത്ത് പുത്രനെ പോലെയാക്കി അവന്റെ രാജ്യത്തിൽ അവകാശിയാക്കാൻ കഴിവുള്ളവരെയാണ് ഞാൻ ആരാധിക്കുന്നത്. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷവും പോക്കാൻ ശക്തനായവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. സമാധാനത്തിന് ദൈവം തന്നെ വേഗത്തിൽ എൻ്റെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും ആമേൻ വിശുദ്ധീകരിക്കും. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് ചെയ്യുവാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ നിത്യ തേജസ്സിനാൽ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിച്ച് പരിപൂർണനാക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ.
എൻ്റെ ദൈവം കഴിയും. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. കൈകളെ എല്ലാം ഉയർത്തി ആ യേശുവിനെ ഉയർത്തിയാട്ടെ. ഇത്രവരുടെ ഉള്ളിൽ ഇന്ന് രാത്രി ഒരു പ്രത്യാശ വന്നു. എല്ലാം സാധ്യമാണ്. വേണ്ടുന്നില്ല, എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാണ്. ഏതൊട്ട് ഇസട്ട് വരെയുള്ള കാര്യം എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എൻ്റെ കുടുംബത്തെയും എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ ഭൗതിക ജീവിതത്തെയും എല്ലാറ്റിനും കർത്താവ് മതിയായവനാ. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെ വിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്നൊന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. നാവുകൾ തുറന്നു പറഞ്ഞാട്ടെ. എന്നെ രക്ഷിപ്പാൻ അവൻ ശക്തനാണ്, എന്നെ വിടുവിക്കാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വായ്കളും തുറന്ന് കർത്താവിന് ഒരു നിമിഷം കൂടെ നന്ദി പറഞ്ഞ് ഈ രക്ഷയുടെ സന്തോഷത്തെ ഓർത്ത്, ഈ കർത്താവിനെ ഓർത്ത്, അവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും ഭാരപ്പെടേണ്ട എന്ന് എത്ര പേർക്ക് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? ശബ്ദമെല്ലാം ഉയർത്തിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ശബ്ദമെല്ലാം ഉയർത്തി എല്ലാ വായ്കളും തുറന്നു പറഞ്ഞു എൻ്റെ കർത്താവിന് എല്ലാം കഴിയുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് ശബ്ദമുയർത്തി. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഒരു നിമിഷം കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിച്ചോണം. ഈ സമയത്ത് നിന്റെ രോഗങ്ങൾ, നിന്റെ കടങ്ങൾ, ഞെരുക്കങ്ങളെല്ലാം ഒരു ദൈവം ഒരു ഉത്തരം നൽകിയിരിക്കും, ഒരു പരിഹാരം നൽകിയിരിക്കും. ഈ ആരാധനയിൽ തന്നെ നീ വിടുവിക്കപ്പെട്ടിരിക്കും. 1-2 മിനിറ്റുകൾ കൈകളെല്ലാം അടിച്ച് അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. അവർക്കാർക്കുമുള്ള ദൂതല്ല, നിനക്കും നിന്റെ കുടുംബത്തിനുമുള്ള ദൂതാണിത്. നീ അത് ഏറ്റെടുത്ത് 1-2 മിനിറ്റുകൾ 2 കരവും അടിച്ച് 2 കരങ്ങളും അടിച്ച് നാവുകളെ തുറന്ന് സന്തോഷത്തോടെ എല്ലാ വായ്കളും തുറന്ന് ആനന്ദമേ, പരമാനന്ദമേ, സ്വർഗീയ സന്തോഷമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, എന്റെ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ, എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ, വേഗം വന്നിടുമേ വേഗവാഹനത്തിൽ കോടാകോടി ദൂതരുമാ, വേഗം വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ഹല്ലേലൂയ. ആനന്ദമേ, ആനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ആനന്ദമേ, ആനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, കരങ്ങളടിച്ച് ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, കൺകൾ കോതിച്ചിടുമേ, ഉള്ളം തുടിച്ചിടുമേ നാദാനിന്നൂടെ വരവിനായി, കൺകൾ കോതിച്ചിടുമേ, ഉള്ളം തുടിച്ചിടുമേ നാദാനിന്നൂടെ വരവിനായി, വാരിൽ കേട്ടതകൾ വരും ദിനം തോറുമേ കാന്താ വേഗം നീ വന്നിടണേ, വാരിൽ കേട്ടതകൾ വരും ദിനം തോറുമേ കാന്താ വേഗം നീ വന്നിടണേ, ആനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ഹല്ലേലൂയ. ഇത് സ്വർഗീയ സന്തോഷമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ ഹല്ലേലൂയ. എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാതലത്തിൽ
സൃഷ്ടികർത്ത എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഓ എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വേഗം വന്നിടുമേ വേഗവാ വാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. 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 ഇന്ന് രാത്രി നമ്മെ സ്നേഹിച്ച് നമ്മോട് ദേശത്തോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തത് ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ഇന്ന് രാത്രി ആ വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്ന ദൈവ പ്രവൃത്തിയെ ഓർത്ത്, ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ആരാധിക്കുന്ന ദൂതന്റെ അടുത്ത് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന സകല മാനവരുടെ മേലും ആമേൻ ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി അത് അനുഭവിച്ചുകൊണ്ട് രാത്രി ദൈവത്തെ ആരാധിച്ചാൽ, ശക്തമായി ദൈവത്തെ സ്തുതിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവ പ്രവൃത്തി ആമേൻ വിടുതലായി വെളിപ്പെടുകയോ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ ശാരീരിക മാനസിക ആത്മീക തലങ്ങളിൽ അസാധ്യതകളെ സാധ്യമാക്കിക്കൊണ്ട് ആലോചനയിൽ വലിയവരും പ്രവൃത്തിയിൽ ശക്തനുമായവന്റെ വചനം ഇന്ന് രാത്രി ശക്തമായി വെളിപ്പെടുകയാൽ ആ വിടുതൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. Glory, hallelujah. Glory, Yamanagabana Baribala Buddha Baribala Gasara Vaida Baragabaragabana Dudabarabaraba Shamdarabaraba Shaigabaragamana. Hallelujah, 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 hallelujah. കരങ്ങളെ ചേർത്ത് ചില മിനിറ്റുകൾ കൂടി എല്ലാവരും ഹല്ലേലൂയ ചേർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില മിനിറ്റുകൾ കൂടി ദൈവത്തെ ആരാധിച്ചാട്ട്. ലോറബ ശിഖമനഗബരബലബ ശംധരബരബരബലബ ദുഡമനഗബരഗബനബർ ക്ഷീവരഹന്തൽ ഘൗഡമഗരഗമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ ആഴമായ ദൈവിക ഇടപെടൽ, ദൈവിക ആലോചനകൾ നമ്മോട് ദൈവാത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം മരവിച്ചു പോകുന്ന ഈ അനുഭവത്തിലൂടെ, പ്രവൃത്തികൾ മരവിച്ചു പോകുന്ന ഈ അനുഭവത്തിലൂടെ, സ്നേഹം തണുത്തു പോകുന്ന ഈ അനുഭവത്തിലൂടെ, ആമേൻ, പേരിന് വേണ്ടി ഞാനൊരു വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നാൾ കഴിക്കുന്ന ഈ അനുഭവമല്ല. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ പ്രവൃത്തി മുൻപിലത്തേതിലും ഏറ്റവും ബലമുള്ളതായി തീരട്ടെ, മാതൃകയുള്ളതായി തീരട്ടെ, അനുഗ്രഹമേറിയതാകട്ടെ. ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് മടക്കി വരുത്തുന്ന രാത്രിയായി ആ ദൈവകൃപ നിന്നിൽ ശക്തമായി വ്യാപരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. സഭകളുടെ മേൽ ദൈവപ്രവൃത്തി ദൈവം അയക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദേശത്തെ അഭിഷിക്തന്മാര് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തൃക്കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നാം കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുൻപാകെ, ദൈവിക ആലോചനകൾക്ക് മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നാം കേട്ട് മറന്നു പോകുന്നവരല്ല, കേട്ട് അത് പ്രാപിച്ച് ഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നിൽ ചിലത് പ്രവർത്തിച്ചു എന്നുള്ള ഉറപ്പ് പ്രാപിച്ചവരായി ഗ്രൗണ്ടിൽ നിന്ന് മടക്കുവാൻ
മടങ്ങുമാറാക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ദൈവം അയക്കുകയാണ്. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവസൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കൺവെൻഷൻ യോഗത്തിൻ്റെ 3-ാമത്തെ ദിവസം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രത്യാശയോടെ അടുത്തു വന്നു. അങ്ങയുടെ അഭിഷിക്തന് തക്ക സമയത്ത് ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയച്ചു. ഇന്ന് രാത്രി നിന്റെ ദാസന്റെ നാവോടും ശബ്ദത്തോടും തിരുസാന്നിധ്യം ഇരുന്നു. കടന്നു വന്ന ജനത്തോടും ദേശത്തോടും ദേശത്തെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടും കർത്താവെ ദൈവസഭകളോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകളെ വിശ്വാസത്തോടെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ ഏറ്റെടുത്തത് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ദൈവപ്രവൃത്തിയായി അല്ല, ഈ ക്ഷണം മുതൽ തന്നെ അത് വലിയ വിടുതലായി ഞങ്ങളിൽ വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ ഞങ്ങളത് കൈക്കൊള്ളുന്നു. കർത്താവേ, പ്രത്യേകാൽ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന ശുശ്രൂഷ ഞങ്ങളുടെ ദാസനായി സ്തോത്രം. നിന്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷകളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഇനിയും അനേക ആയിരങ്ങളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും ആത്മീക അനുഗ്രഹങ്ങൾക്കുമായി നിന്റെ ദാസന് ദൈവം ശക്തിയോടെ ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി കർത്താവേ, അന്തരീക്ഷത്തെ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തു. ശബ്ദവും വെളിച്ചവും ദൈവാത്മാവ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടുവാൻ ക്വയറിനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. തുടക്കം മുതൽ ഒടുക്കം വരെയും അങ്ങയുടെ സാന്നിധ്യം കൂടിരുന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച ദൈവാത്മാവ് നൽകിയ നിയോഗം ഏറ്റെടുത്ത് ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ രാജ്മോഹനായി, കുടുംബത്തിനായി, അവിടുത്തെ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എൻ്റെ ദാസനെയും കുടുംബത്തെയും സഭയെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുഴുമഹത്വം അങ്ങെടുക്കും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപാപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മുഖത്ത് വിശേഷം നമ്മുടെ ഇവരുടെ മേലും ഇന്ന് പോലും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ചെയ്തു നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ യോഗ വിവരങ്ങളെക്കുറിച്ച് ചില അറിയിപ്പുകൾ കർത്തൃദാസൻ നിങ്ങളോട് അറിയിക്കുന്നതാണ്. ആമേൻ. ദൈവം നമ്മെ സഹായിക്കുന്ന വിശേഷിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് കർത്തൃവാദനം ശുശ്രൂഷിച്ച ബഹുമാന്യ ദൈവദാസനോട് ഈ മനുഷ്യരുടെ പേരിലുള്ളതായ നന്ദിയും സ്നേഹവും അന്നേരവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. கர்த்தருக்காய் காத்திருப்போ புதுபலன் அடைவார்களே. கழுகை போலவே சிறகடித்து எழும்பும் துன்பமில்லாமல். கர்த்தருக்காய் காத்திருப்போர் புதுபலன் அடைவார்களே. கழுகை போலவே சிறகடித்து எழும்பும் துன்பமில்லாமல். கஷ்டம் வந்தாலும் சோர்வதில்லை, நஷ்டம் வந்தாலும் அசைவதில்லை. கஷ்டம் வந்தாலும் சோர்வதில்லை, நஷ்டம் வந்தாலும் அசைவதில்லை. எதிரியின் தலையை உடைத்தவர் என்றும் வெற்றி பெற செய்தாரே. வாழல்ல நான் என்றும் தலைத்தானே, எதிரிகள் என்றும் என் காலின் கீழே. எதிரியின் தலையை உடைத்தவர் என்றும் வெற்றி பெற செய்தாரே. வாழல்ல நான் என்றும் தலைத்தானே, எதிரிகள் என்றும் என் காலின் கீழே.
கால்கள் கல்லில் இடராது, என்னை காக்கிறவர் தூங்க மாட்டார், ஒரு நாளும் கைவிட மாட்டார், சோர்வடைய என்னை விட மாட்டார். என் கால்கள் கல்லில் இடராது, என்னை காக்கிறவர் தூங்க மாட்டார், ஒரு நாளும் கைவிட மாட்டார், சோர்வடைய என்னை விட மாட்டார். இஸ்ரவேலை காக்கின்றவர் அவரே என்றும் என் அடைக்கலமே, இஸ்ரவேலை காக்கின்றவர் அவரே என்றும் என் அடைக்கலமே. எதிரியின் தலையை உடைத்தவர் என்றும் வெற்றி பெற செய்தாரே, நானல்ல நான் என்றும் தலைதானே, எதிரிகள் என்றும் என் காலின் கீழே, எதிரியின் தலையை உடைத்தவர் என்றும் வெற்றி பெற செய்தாரே.